2026 ന്യൂ ഇയർ പ്രൊഫറ്റിക് മെസ്സേജിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ സന്ദേശത്തെ ഞാൻ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബൽ കുടുംബത്തിലുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള പ്രവചന സന്ദേശമാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക്. അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ചില ദൈവിക ദൂതുകൾ, നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ചില ദൈവിക ദൂതുകളാണ് ഈ സന്ദേശത്തിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ 1-ാം ഭാഗം അതിലേക്ക് ഞാൻ വേഗം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1-ാം ഭാഗത്തിൽ അതിപ്രധാനമായിട്ടുള്ള 4 പ്രവചന സന്ദേശങ്ങളാണ് നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബൽ ഫാമിലിക്ക് വേണ്ടി യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ വേഗം പ്രവേശിക്കുന്നു. എന്താണ് 2026 സംബന്ധിച്ച് നസ്രത്ത് മിനിസ്ട്രീസിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചന ദൂത് എന്താണ്? 2026 എന്ന് പറയുന്നത് ദൈവീകമായ പുനർനിർമ്മാണത്തിൻ്റെയും ഡിവൈൻ റീബിൽഡിങ്ങിൻ്റെയും ദൈവീകമായ പുനർക്രമീകരണത്തിൻ്റെയും അലൈൻമെൻറ്റിൻ്റെയും ദൈവികമായ നിയമനത്തിൻ്റെയും ഡിവൈൻ റിക്രൂട്ട്മെൻറ്റിൻ്റെയും വർഷമായിരിക്കും എന്ന 3 പദങ്ങളാണ് പരിശുദ്ധാത്മാവ് നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബൽ കുടുംബത്തിലുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും നൽകിയത്. അതും 2026 വിൽ ബി ദ ഇയർ ഓഫ് ഡിവൈൻ റീബിൽഡിംഗ്, റീഅലൈൻമെൻറ്റ് ആൻഡ് ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ് ഇയർ ഫോർ ദ NMG ഫാമിലീസ്. ഹല്ലേലൂയ. സന്തോഷമാണ് നിങ്ങൾക്ക് ആ ഒരു 3 പദങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. സോ ഡിവൈൻ റീബിൽഡിംഗ്, ഡിവൈൻ റീഅലൈൻമെൻറ്റ്, പിന്നെന്താണ് ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ഞാനൊന്ന് വിശദീകരിക്കാൻ പോവാണ്. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർന്നതാണ് ഇന്നത്തെ സന്ദേശം. ഒന്ന്, ദൈവികമായ പുനർനിർമ്മാണം, ദൈവികമായ പുനർക്രമീകരണം, ദൈവികമായ നിയമനങ്ങൾ. ഈ 3 പദങ്ങളാണ് നമുക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് വിശദീകരിക്കാൻ പോവാണ്. അതിലെ 1-ാമത്തെ പ്രവചന വാക്കെന്ന് പറയുന്നത് ദൈവികമായ പുനർനിർമ്മാണം, ഡിവൈൻ റീബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ തകർന്നു പോയ പല കാര്യങ്ങളെ ദൈവം പണിതുയർത്തുകയും നമ്മളെ വീണ്ടും പുതിയതായി നിർമ്മിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്ന ആ വർഷം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? തകർന്നു പോയ പല വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ഒരു റീബിൽഡിങ് വരാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ വീണ്ടും പണിത് പുതിയതാക്കാൻ പോവുകയാണ്. അതിനാധാരമായിട്ട് ആമോസിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമുക്ക് ഈ വർഷത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. ആ വാക്യം ഞാനൊന്ന് വായിക്കാൻ പോവാണ്. അതിപ്രകാരം പറയുന്നു: അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ എഴുന്നേൽപ്പിക്കും, അതിൻ്റെ വിള്ളലുകൾ ഞാൻ അടയ്ക്കും, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ ഉയർത്തും, പഴയ കാലത്തെന്ന പോലെ അതിനെ ഞാൻ പണിയും. എത്ര പേർക്ക് ആ പ്രവചന ദൂതൊന്ന് കമൻറ്റ് ചെയ്യാൻ സാധിക്കും? ആമോസിൻ്റെ പ്രവചന ഗ്രന്ഥം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമുക്ക് പ്രവചന ദൂതായി ഡിവൈൻ റീബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പദവുമായി ചേർന്ന് കർത്താവ് നൽകിയ ആ വാക്യം ഇതാണ്: അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ എഴുന്നേൽപ്പിക്കും, അതിൻ്റെ വിള്ളലുകളെ ഞാൻ അടയ്ക്കും, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ ഉയർത്തും, പഴയ കാലത്തെന്ന പോലെ അതിനെ ഞാൻ പണിയും. ഹല്ലേലൂയ. അപ്പം ഈ ഒരു പ്രൊഫറ്റിക് വേർഡിൽ, ഈ ഒരു പ്രവചന വചനത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പദങ്ങളുണ്ട്. ആ 3 പദങ്ങളെ ഞാനൊന്ന് വിശദീകരിക്കാൻ പോവാണ്. അപ്പോൾ ഈ വചനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വിള്ളലുകൾ ഞാൻ അടയ്ക്കും എന്ന ഒരു പദമാണ്. ഇംഗ്ലീഷിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നു: ഐ വിൽ റിപ്പയർ ഇറ്റ്സ് ഡാമേജസ്. ഹല്ലേലൂയ. അതിൻ്റെ ഡാമേജുകളെ ഞാൻ റിപ്പയർ ചെയ്യും എന്നൊരു പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യവേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ പിളർപ്പുകളെ ഞാൻ അടയ്ക്കും എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തകർന്നുപോയ പല ബന്ധങ്ങൾ, അല്ലെങ്കിൽ തകർന്നുപോയ ദൈവിക വിളികൾ, നമ്മുടെ ആത്മവിശ്വാസം പലപ്പോഴും ക്ഷയിച്ചുപോയി, വിശുദ്ധി, പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ്, ഇതിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ തകർക്കപ്പെട്ടെങ്കിൽ ഈ 2026 എന്ന് പറയുന്നത് ഒരു ഡിവൈൻ റീബിൽഡിങ്ങിൻ്റെ, ഹല്ലേലൂയ, വീണ്ടും പണിതുയർത്തപ്പെടുന്ന ഒരു വർഷമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ തകർന്നടിഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾക്കകത്താണോ തകർച്ചകൾ വന്നിട്ടുള്ളത്, അവയെല്ലാം കർത്താവ് നന്നാക്കാൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു റിപ്പയർ ദോസ് തിങ്സ് ദാറ്റ് ആർ ബ്രോക്കൺ, ദാറ്റ് ആർ ഡിസ്ട്രോയിഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ജീവിതത്തിലുണ്ടായ ചില മാനസിക ആഘാതങ്ങളാകാം, ചിലപ്പോൾ ട്രോമകളാകാം, അല്ലെങ്കിൽ ചില വഞ്ചനകളാകാം, അല്ലെങ്കിൽ ലജ്ജാകരമായ ചില സിറ്റുവേഷനുകളാകാം, അല്ലെങ്കിൽ പരാജയങ്ങളാകാം, പല നഷ്ടങ്ങളാകാം.
അല്ലെങ്കിൽ ആത്മീയമായ ഒരു തളർച്ച, മുരടിപ്പ്, അങ്ങനെയുള്ള പല വിഷയങ്ങളാകാം. അപ്പോൾ എവിടെയൊക്കെയോ വിള്ളലുകൾ വീണിട്ടുണ്ടോ, എവിടെയൊക്കെ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം യേശു കർത്താവ് പരിഹരിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആ വിള്ളലുകളെ അല്ലെങ്കിൽ ആ ഒരു തകർച്ചകളെ കർത്താവ് ഏതെങ്കിലും ഒരു തുണിയിട്ട് മറയ്ക്കുന്നത് പോലെ മറയ്ക്കുകയല്ല ചെയ്യാൻ പോകുന്നത്. മറിച്ച് യേശു കർത്താവ് അതിൻ്റെ അടിസ്ഥാനങ്ങളെ തന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഉള്ള തകർച്ചകൾ, അതിൻ്റെ വീഴ്ചകൾ, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ അടിസ്ഥാനത്തെ തന്നെ യേശു കർത്താവ് ഈ വർഷം സൗഖ്യമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് അതിൻ്റെ ഫൗണ്ടേഷനുകളെ തന്നെ എന്താണ് മൊത്തമായിട്ട് ഹീൽ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ വചനത്തിനകത്ത് ആമോസിൻ്റെ പ്രവചന ഗ്രന്ഥം 9-11 അധ്യായത്തിൽ 9 അധ്യായം 11 വാക്യത്തിലെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ ഉയർത്തും എന്നൊരു പദമാണ്. ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഐ വിൽ റൈസ് അപ്പ് ഇറ്റ്സ് റൂയിൻസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു യുദ്ധമൊക്കെ സംഭവിച്ചതിന് ശേഷം ഒരു കെട്ടിടങ്ങൾ അതിന് തകർന്ന് തരിപ്പണമായി അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണും അല്ലേ. അപ്പം അങ്ങനെ ചില ബാക്കിയാകുന്ന ചില അവശിഷ്ടങ്ങൾ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഇപ്പം തകർന്നു പോയി. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയുവാണ്, നമ്മുടെ പക്കൽ നമ്മൾ പറയുവാണ്, കർത്താവ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, ഇങ്ങനെയുള്ള ചില അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് പറയുവാണ്, അങ്ങനെയുള്ള അവശിഷ്ടങ്ങളെ ഞാൻ ഉയർത്തുവാൻ കഴിയും, വീണ്ടും പണിതുയർത്തുവാൻ കഴിയും. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് എല്ലാം തകർന്ന് തരിപ്പണമായ പല ജീവിത അവസ്ഥകളുണ്ടാകാം. ചിലപ്പോൾ ബന്ധത്തിൻ്റെ മേഖലയിലാകാം, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ മേഖലയിലാകാം, ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലാകാം, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലാകാം. അപ്പോൾ ഒരു അവശിഷ്ടം പോലെ എന്തൊക്കെയോ അവശേഷിക്കുന്നു. ഇനി അതൊരിക്കലും കിളിർത്തു വരില്ല, അല്ലെങ്കിൽ ഇനി അതൊരിക്കലും തളർത്തു വരില്ല, ഇനി അതൊരിക്കലും മുമ്പോട്ട് പൊങ്ങി വരില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പല വിഷയങ്ങൾക്കകത്ത് ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, അതിനെ ഞാൻ വീണ്ടും ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നേക്കുമായി മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ ചിന്തിച്ച പല വിഷയങ്ങൾ, എന്നേക്കുമായി അടക്കം ചെയ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ കരുതിയ പല വിഷയങ്ങൾ, അതിനകത്തൊക്കെ കർത്താവിൻ്റെ ഒരു പണിയൽ, ഒരു പണിതുയർത്തൽ, ഒരു ഡിവൈൻ റീബിൽഡിങ് ഈ വർഷം വരാൻ പോവാണ്. മരിച്ചതിനെയൊക്കെ കർത്താവ് ജീവിപ്പിക്കാൻ പോവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഈ ഒരു പ്രവചന സന്ദേശം നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഒരു ഡിവൈൻ റീബിൽഡിങ്, അവശേഷിക്കപ്പെട്ടു പോയ ഒന്നുമില്ലാതെ കിടക്കുന്ന പലതിനെയൊക്കെ കർത്താവ് റീബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു വർഷമാണ് ശരിക്കും ഈ ഒരു 2026 എന്ന് പറയുന്ന ഒരു വർഷം. ചിലപ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങളായിരിക്കാം, അത് കർത്താവ് തിരികെ നൽകാൻ പോവാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിലപ്പോൾ കൃപാവരങ്ങളാകാം, ആ കൃപാവരങ്ങളെ യേശു കർത്താവ് ഉണർത്താൻ പോവുകയാണ്. നമ്മുടെ ലൈഫിനകത്തുള്ള അവശിഷ്ടങ്ങളാകാം, പക്ഷെ അതിനെയൊക്കെ കർത്താവ് റീബിൽഡ് ചെയ്യാൻ പോവാണ്, പുനരുദ്ധരിക്കാൻ പോവുകയാണ്, അതിനെ വീണ്ടും ഒന്ന് പണിതുയർത്താൻ പോവുകയാണ്. Hallelujah, hallelujah. So that is the prophetic promise for us in the year of 2026. ഇനി ഈ വചനത്തിനകത്തുള്ള മൂന്നാമത്തെ ഒരു പദം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴയ കാലത്തെന്ന പോലെ അതിനെ ഞാൻ പണിയും എന്ന് പറയുന്നൊരു പദമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഐ വിൽ റീബിൽഡ് ഇറ്റ് ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് ഓൾഡ്. പഴയ കാലത്തെന്ന പോലെ അതിനെ ഞാൻ വീണ്ടും പണിതുയർത്താൻ പോകുന്നു. അപ്പം ദൈവം നമ്മളെ ഒരു വീക്ക് റീപ്ലേസ്മെൻ്റ് അല്ല ദൈവം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ദുർബലമായ ഒരു റീകൺസ്ട്രക്ഷൻ അല്ല കർത്താവ് ചെയ്യാൻ പോകുന്നത്. പഴയ കാലത്തെന്ന പോലെ കർത്താവ് അതിനെ റീബിൽഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയും മാനവും ബഹുമാനവും മഹത്വവും ഒക്കെയുള്ള ഒരു പുതിയൊരു വെസലായി കർത്താവ് നമ്മളെ പുനഃസ്ഥാപിക്കുവാൻ പോകുന്നു, നമ്മളെ റീബിൽഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു സീസണിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അപ്പോൾ കർത്താവ് പഴയതിനേക്കാൾ വളരെ ബലമുള്ളതും വളരെ കൃത്യമായതും സംരക്ഷിക്കപ്പെടുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതുമായ ഒരു വെസലായി, ഒരു ബിൽഡിങ് പോലെ യേശു കർത്താവ് നമ്മളെ 2026 പുനർനിർമ്മിക്കുവാൻ പോകുന്നു, റീബിൽഡ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ 2026 ദൈവം നമ്മുടെ ജീവിതത്തെ ദൈവീക ക്രമത്തിൽ പുനർനിർമ്മിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. പഴയ രൂപത്തിലായിരിക്കില്ല പലതും മടങ്ങി വരുന്നത്. അവ കൂടുതൽ ഉറപ്പുള്ളതും കൂടുതൽ മഹത്വമുള്ളതും കൂടുതൽ ബലമുള്ള ഒരു വെസലായി 2026 കർത്താവ് നമ്മളെ റീബിൽഡ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവീകമായ ഒരു പുനർനിർമ്മാണം, ദൈവീകമായ ഒരു ഡിവൈൻ റീബിൽഡിങ് ഈ വർഷത്തിൽ ഹല്ലേലൂയ കർത്താവ് നിങ്ങളുടെ ലൈഫിനകത്ത് അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. അത് കർത്താവ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ആക്ടിവേറ്റഡ് ഇൻ യുവർ ലൈഫ് ടുഡേ ആസ് ഐ ഡിക്ലെയർ ദിസ്. ഇത് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള സ്പിരിച്വൽ റലം, റീബിൽഡിങ്ങിൻ്റെ ഒരു തലം നിങ്ങളുടെ ലൈഫിൽ തുറന്നു വരട്ടെ. നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തികൾ ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അപ്പം ആദ്യത്തെ പ്രൊഫറ്റിക് വേർഡ് എന്ന് പറയുന്ന ആ ഒരു പദം ഡിവൈൻ റീബിൽഡിംഗ് ആണ്. പുനർനിർമ്മാണം എന്ന് പറയുന്ന ഒരു വാക്കാണ്, ഒരു പദമാണ് കർത്താവ് നൽകിയത്. ഇനിയും 3 പദങ്ങൾ ചേർന്നതാണ് ആ പ്രൊഫറ്റിക് മെസ്സേജ്. ഞാൻ പറഞ്ഞു ഡിവൈൻ റീബിൽഡിംഗ്, ഡിവൈൻ പിന്നെന്താണ് ശരിക്കും റിപ്പീറ്റഡ് സൈക്കിൾസ് കർത്താവ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ 3 പദങ്ങൾ ചേർന്നാണ് ശരിക്കും ആ മെസ്സേജ്. അപ്പം ഡിവൈൻ റീബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി 2026 2 ഘട്ടങ്ങളായി അല്ലെങ്കിൽ 2 സൈക്കിളുകളായി 2 സീസണുകളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഡിവൈൻ റീബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിച്ചതിന് ശേഷം ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനൊരു ഇൻസ്പിരേഷൻ എനിക്ക് നൽകി. അപ്പോൾ ഞാൻ സ്വർഗത്തിലെ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഈ 2026 ഹല്ലേലൂയ അപ്പ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് അങ്ങ് ചെയ്യാൻ പോകുന്നത്, വീണ്ടും എന്നോട് സംസാരിക്കണമേ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഒരു ഇൻസ്പിരേഷൻ എനിക്ക് ലഭിക്കാനിടയായി. അപ്പോൾ ഞാൻ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനത്തിലൂടെ കർത്താവ് എനിക്കൊരു മറുപടി നൽകി. ആ ദർശനം എന്ന് പറയുന്നത് 8989 എന്ന ഒരു പ്രവചന സംഖ്യയാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. ഹല്ലേലൂയ. അപ്പം 2ാമത്തെ പ്രൊഫറ്റിക് വേർഡ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നസ്രത്ത് മിനിസ്ട്രീസിലെ കുടുംബത്തിലുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള 2ാമത്തെ പ്രവചന സന്ദേശം എന്ന് പറയുന്നത് എ പ്രൊഫറ്റിക് നമ്പർ 8989 89 എന്ന് പറയുന്ന ഒരു പ്രവചന നമ്പറാണ് ശരിക്കും കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. അതാണ് ശരിക്കും 2ാമത്തെ പ്രൊഫറ്റിക് പ്രോമിസ് വേർഡ്. ഇനി എന്താണ് ഈ 8989 അല്ലെങ്കിൽ 89 എന്ന ഈ പ്രവചന സംഖ്യയുടെ അർത്ഥം എന്താണ്? അപ്പം എന്തിനെയാണത് സൂചിപ്പിക്കുന്നത്? അപ്പം ഞാൻ അതൊന്ന് വിശദീകരിക്കാൻ പോവാണ്. അപ്പം 89 എന്ന് പറയുമ്പോൾ അതിൽ 89 അങ്ങനെ 4 നമ്പറുകളാണ് ശരിക്കും. അപ്പോൾ എന്താണ് ഈ ഓരോ നമ്പറിൻ്റെയും അർത്ഥം അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് 89 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 8989 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സോ ഒരു പ്രൊഫറ്റിക് നമ്പറിലൂടെയാണ് പിതാവായ ദൈവം സംസാരിച്ചത്. ഞാൻ അതിനെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീയമായി ഈ നമ്പർ 8 എന്ന് പറയുന്ന സംഖ്യ അർത്ഥമാക്കുന്നത് ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം, അല്ലെങ്കിൽ എ ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കവനൻറ്റ്, പുതിയ ഉടമ്പടി എന്നൊക്കെയാണ് ഈ നമ്പർ 8 എന്ന് പറയുന്ന ആ സംഖ്യയ്ക്ക് പ്രവചനപരമായിട്ടുള്ള അർത്ഥം. ഹല്ലേലൂയ. അപ്പം കർത്താവ് പലപ്പോഴും നമ്പറുകളിലൂടെ നമ്മളോട് സംസാരിക്കും. പ്രൊഫറ്റിക് നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ മെൻറ്ററിങ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫറ്റിക് ഡിക്ഷണറി ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിക്കുവാണ്. അപ്പോൾ അതിനകത്ത് ഈ ഓരോ നമ്പറുകളുടെയും അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്പർ 1 അർത്ഥമുണ്ട്, 111 അർത്ഥമുണ്ട്, 333 ഒരു അർത്ഥമുണ്ട്. 1-2 നമ്പറുകളുടെ അർത്ഥം ഞാൻ പബ്ലിക് മീറ്റിങ്ങിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. 333, നമ്പർ 12 ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ പബ്ലിക് മീറ്റിംഗ് ഷെയർ ചെയ്തിരുന്നു. അപ്പം ഇതുപോലെ നമ്പർ 8 എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂ സ്റ്റാർട്ട്, അല്ലെങ്കിൽ എ ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കവനൻറ്റിൻ്റെ തുടക്കം എന്നൊക്കെ നമുക്കതിനെ അർത്ഥമാക്കാം. പ്രവചനപരമായിട്ടുള്ളൊരു അർത്ഥത്തിൽ മനസ്സിലാക്കാം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2-3 തിരുവചനങ്ങളിലൂടെ ഞാനൊന്ന് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നോഹയുടെ കാലത്ത് പേടകം പണിയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. അതിൽ ഏതാനും പേർ, അതായത് 8 പേർ മാത്രമാണ് വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. നോഹയുടെ കാലത്തുള്ള ജലപ്രളയമുണ്ടായി. ആ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ 8 പേരാണ് ശരിക്കും ആ പേടകത്തിലൂടെ രക്ഷപ്പെട്ടത്. അതിനർത്ഥം ആ പ്രളയത്തിന് ശേഷം 8 പേർക്ക് ദൈവം ഒരു പുതിയ തുടക്കം നൽകിയെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ അതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സീസൺ അവസാനിപ്പിച്ചിട്ട് അടുത്ത ഒരു സീസണിലേക്ക് 8 പേർക്ക് പുതിയൊരു തുടക്കം, എ ഫ്രഷ് സ്റ്റാർട്ട്, എ ന്യൂ കവനന്റ് വിത്ത് 8 പീപ്പിൾ. ഹല്ലേലൂയ. ഇനിയും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അതിൻ്റെ 8-ാമത്തെ നാളിലാണ് അതിനെ പരിച്ഛേദനം ചെയ്യുന്നത്. അപ്പം സ്പിരിച്വലി നമ്മൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ 8-ാമത്തെ ദിവസം ഒരു ഡിവൈൻ കവനൻ്റ്, ഒരു ന്യൂ കവനൻറ്റിൽ ദൈവം ആ കുഞ്ഞുമായിട്ട് ഏർപ്പെടുന്നു. ഹല്ലേലൂയ. ഇപ്പം നമ്പർ 8 എന്ന് പറയുമ്പോൾ അതൊരു ന്യൂ കവനൻറ്റ്, അല്ലെങ്കിൽ എ ന്യൂ ബിഗിനിങ്, എ ഫ്രഷ് സ്റ്റാർട്ട് എന്നൊക്കെ നമുക്കതിനെ വിശദീകരിക്കാം. എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ കോട്ട് ചെയ്യുന്നത്.
ഇനി ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അഹറോൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 8-ാമത്തെ ദിവസമാണെന്നാണ് തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ 8 എന്ന് പറയുമ്പോൾ അതിനൊരു പ്രവചന അർത്ഥത്തിൽ നമുക്കിങ്ങനെ അതിനെ സൂചിപ്പിക്കാം: ഒരു പുതിയ തുടക്കം, ഹല്ലേലൂയ, ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ പുതിയൊരു കവനൻ്റ്, പുതിയൊരു ദൗത്യം, പുതിയൊരു അസൈൻമെൻറ്റിൻ്റെ തുടക്കം എന്നൊക്കെ നമുക്ക് നമ്പർ 8-നെ കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കും. ഇനിയും 8989 അതിനകത്ത് നമ്പർ 9 എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പം പ്രവചനപരമായിട്ട് ഈ 9 എന്ന് പറയുന്ന സംഖ്യ അർത്ഥമാക്കുന്നത് രഹസ്യമായി പൂർണ്ണത പ്രാപിച്ച ഒന്ന്, അത് വെളിപ്പെടേണ്ട അല്ലെങ്കിൽ അത് ഡെലിവർ ആകേണ്ട, അത് പ്രസവിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു എന്നാണ് ശരിക്കും നമ്പർ 9 കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വ്യത്യസ്ത നമ്പറുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളാണ്. അപ്പോൾ രഹസ്യമായി പ്രിപ്പയർ ചെയ്യപ്പെട്ട ഒന്ന്, രഹസ്യമായിട്ട് വളർച്ച പ്രാപിച്ച ഒന്ന്, അതിനിയും പുറത്തു വരണം, അത് എക്സ്പോസ് ചെയ്യപ്പെടണം, അത് വെളിപ്പെടണം, അത് ഡെലിവറി ചെയ്യപ്പെടണം എന്നൊരർത്ഥമാണ് ഈ നമ്പർ 9-നെ സംബന്ധിച്ച്, ശരിക്കും 9 എന്ന് പറയുന്ന സംഖ്യയെ സംബന്ധിച്ച് പ്രവചനപരമായിട്ടുള്ളൊരർത്ഥം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം വളർന്ന് പൂർണ്ണ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ 9-ാം മാസത്തിൽ ആ കുഞ്ഞ് എന്ത് ചെയ്യണം? വെളിപ്പെട്ട് വരണം, അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. അപ്പോൾ അതുപോലെ നമ്പർ 9 എന്ന് പറയുമ്പോൾ അതിനെ ഒരു കംപ്ലീഷൻ എന്ന് നമുക്ക് അർത്ഥമാക്കാം, അല്ലെങ്കിൽ ഒരു ആത്മീയ പക്വതയെ സൂചിപ്പിക്കുന്ന ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച ഒരു അളവ് പ്രാപിച്ചു, ഇനി അതിനുശേഷം അത് ഡെലിവറി ചെയ്യപ്പെട്ടു, അത് വെളിപ്പെടണം എന്നൊരർത്ഥത്തെക്കുറിച്ചും അത് സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യെടുക്കാം. സങ്കീർത്തനം 138-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ നിശ്ചയം അവിടുന്ന് നിറവേറ്റും. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, ദ ലോർഡ് വിൽ പെർഫെക്റ്റ് ദാറ്റ് വിച്ച് കൺസേൺസ് മീ. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഈ 8, 9 എന്ന് പറയുന്ന 2 സംഖ്യയുടെ അർത്ഥം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. അപ്പം നമ്പർ 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ തുടക്കം, പുതിയൊരു സൈക്കിൾ, അല്ലെങ്കിൽ പുതിയൊരു സീസണിൻ്റെ തുടക്കം. നമ്പർ 9 എന്ന് പറഞ്ഞാൽ മച്യൂരിറ്റി പ്രാപിച്ച, വളർച്ച പ്രാപിച്ച എന്തോ ഇനി വെളിപ്പെടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ 8989 അതിനകത്ത് 89 എന്ന് പറയുന്ന ആ സംഖ്യ നമ്മൾ ഒരുമിച്ച് വായിച്ചാൽ അതിൻ്റെ പ്രൊഫറ്റിക് മീനിങ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ അതിൻ്റെ അർത്ഥം, ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ആരംഭിക്കാൻ പോകുന്നു, അത് ആത്മീയ പൂർണ്ണതയിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നതാണ് 89 എന്ന് പറയുന്ന നമ്പറിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയം പിടികിട്ടി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവം എന്തോ ഒരു പ്രവൃത്തി നമ്മുടെ ലൈഫിൽ തുടങ്ങും, അത് ദൈവം ഉദ്ദേശിച്ച ഒരു മച്യൂരിറ്റി, വളർച്ചയിലേക്ക് അതെത്തും, അത് ഡെലിവർ ആകും. ഹല്ലേലൂയ. അത് കംപ്ലീറ്റ് ആകും എന്ന് പറയുമ്പോൾ 89 എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പക്ഷേ ദർശനത്തിൽ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് 89 8989 എന്നാൽ 89 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? ആവർത്തിച്ചു വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതോ ഒരു പുതിയ തുടക്കം ഉണ്ടാകും, അതിനെ കർത്താവ് ഒരു പൂർത്തീകരണത്തിലെത്തിക്കും. അതിനു പിന്നാലെ വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകും, അതിനെയും കർത്താവ് ഒരു പൂർത്തീകരണത്തിൽ, മച്യൂരിറ്റിയിലെത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 2026 നിങ്ങൾക്ക് 2 ആത്മീയ സീസൺസ്, 2 സ്പിരിച്വൽ സീസൺ, 2 ആത്മീയ കാലഘട്ടങ്ങൾ ഈ 2026 ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പം ആദ്യത്തെ കാലഘട്ടം അത് ആരംഭിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ സീസൺ ആരംഭിക്കും, അത് ദൈവം ഉദ്ദേശിച്ച ഒരു മച്യൂരിറ്റിയിലേക്ക് എത്തും. അതിനുശേഷം ദൈവം വീണ്ടും ഒരു സീസൺ ആരംഭിക്കും, അതും വിജയകരമായിട്ടൊരു മച്യൂരിറ്റിയിലേക്ക് എത്തും എന്നതാണ് ശരിക്കും 8989 എന്ന് പറഞ്ഞ പദം കൊണ്ട് പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പം 8989 എന്ന് പറഞ്ഞാൽ 2026 നിങ്ങളുടെ ജീവിതത്തിൽ 2 അതിപ്രധാന സ്പിരിച്വൽ ഷിഫ്റ്റ്, ആത്മീയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. 2026 ദൈവം നമുക്ക് വേണ്ടി 2 പുതിയ വാതിലുകൾ തുറക്കാൻ പോകുന്നു. 2026 നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി 2 സ്പെഷ്യൽ എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകുന്നു. 2026 നമ്മുടെ ജീവിതത്തിൽ 2 പ്രധാന ഇവൻറ്റുകൾ, 2 മേജർ ഇവൻറ്റ്സ് വിൽ കം. ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ടെല്ലാം നമ്മുടെ ലൈഫിനകത്ത് ദൈവം ഒരു പുനർനിർമ്മാണം ചെയ്യാൻ പോവുകയാണ് എന്നാണ് ആ 8989 എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് ആ ഒരു പ്രൊഫറ്റിക് നമ്പർ, ഹല്ലേലൂയ, ആ പ്രൊഫറ്റിക് നമ്പർ നിങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. റിസീവ് ദ 2 ഷിഫ്റ്റ്, റിസീവ് ദ 2 എൻകൗണ്ടർ, റിസീവ് ദ 2 സീസൺ, റിസീവ് ദ 2 സൈക്കിൾസ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബിൽഡ് യുവർ ലൈഫ് അഗെയിൻ.
ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ 2 സീസണുകളിലൂടെ, ഈ 2 ഷിഫ്റ്റുകളിലൂടെ, ഈ 2 എൻകൗണ്ടറുകളിലൂടെ ദൈവം നിങ്ങളെ അലൈൻ ചെയ്യാൻ പോവാണ്, പുനഃക്രമീകരിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ലൈഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് പലതും. ഹല്ലേലൂയ. നമ്മൾ ആരും വ്യത്യാസരല്ല. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നോക്കിയാൽ വ്യത്യസ്ത റെലംസ്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പലതൊക്കെ നശിച്ചുപോയി, പലതൊക്കെ ഇടിച്ച് തകർക്കപ്പെട്ടു, ചിലതൊക്കെ ശത്രു ഇല്ലാതാക്കി കളഞ്ഞല്ലേ. പക്ഷെ അതിനെയെല്ലാം കർത്താവ് എന്താണ്, റീബിൽഡ് ചെയ്യാൻ പോവാണ്. കർത്താവ് അതിനെ അലൈൻ ആൻഡ് റീപൊസിഷനിങ് ചെയ്യാൻ പോവാണ്, അതിനെ പുനഃപ്രതിഷ്ഠിക്കുവാൻ പോവാണ്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ 2 പദങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. റീബിൽഡിങ് സംഭവിക്കുന്നു, അതിനുശേഷം ഒരു റീപൊസിഷനിങ് സംഭവിക്കുന്നു. ഇനി 3ാമത്തെ പ്രവചന സന്ദേശം എന്താണ്, ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ്. ഹല്ലേലൂയ. അപ്പം ദൈവികമായ നിയമനവും സംഭവിക്കാൻ പോകുന്നു. എന്താണ് ഈ ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. അതിനാധാരമായിട്ട് അപ്പസ്തോല പ്രവർത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ പ്രകാരം പറയുന്നു, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവോളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഹല്ലേലൂയ. വചനം പറയുന്നു, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ മേൽ അവർ കൈകൾ വെച്ച് അവരെ യാത്രയാക്കി. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് വിളിച്ച ഒരു വേലയ്ക്ക് വേണ്ടി ബാർന്നബാസിനെയും സാവൂളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്കൊരു നിയമനം സ്വർഗത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നു. അതുപോലെ നിങ്ങൾക്കൊരു ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു റീബിൽഡിങ് ചെയ്തതിന് ശേഷം, ഒരു അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം അന്ത്യകാലത്തേക്കുള്ള ഒരു ദൈവികമായ അധികാരപത്രവും അന്ത്യകാലത്തേക്കുള്ള ഒരു ഡിവൈൻ ബ്ലൂ പ്രിൻറ്റും, ഹല്ലേലൂയ, ഒരു പ്ലാനും കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. അപ്പോൾ 2026 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയറാണ്. ശരിക്കും പല ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവം അങ്ങനെയാണ് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ വർഷത്തിലും വ്യത്യസ്ത കാര്യങ്ങളാണ് ദൈവം നമ്മളിലൂടെ പണിയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ദൈവം നമ്മിലൂടെ ഈ ഡിസ്പെൻസേഷനിൽ, ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസുകൾക്ക് വേണ്ടി, ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത അളവിൽ, വ്യത്യസ്ത രീതിയിൽ ദൈവം നമ്മളെ പണിതുയർത്തി ദൈവിക പർപ്പസുകൾ ഈ ഭൂമിയിൽ അക്കംപ്ലിഷ് ചെയ്യുന്നു. Hallelujah. It is not about getting some money on this earth. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു പണം ഉണ്ടാക്കുന്ന സംവിധാനത്തെക്കുറിച്ചല്ല. ദൈവം എല്ലാം ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവിക ഉദ്ദേശങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ ആദ്യം തകർക്കപ്പെട്ട മേഖലകളിലൊക്കെ ഒരു പണികൾ സംഭവിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ ബന്ധത്തിനകത്തായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക മേഖലയ്ക്കകത്തായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെ മേഖലയ്ക്കകത്താകാം, ചിലപ്പോൾ മിനിസ്ട്രികളാകാം. പല തകർക്കപ്പെട്ട മിനിസ്ട്രികളുണ്ട്. നല്ല രീതിയിൽ പൊങ്ങി വന്നു, പിന്നീട് പല രീതിയിൽ പല വിഷയങ്ങൾക്കകത്ത് തകർക്കപ്പെട്ടു പോയി. പക്ഷെ അതെല്ലാം കർത്താവ് റീബിൽഡ് ചെയ്യുവാൻ ദ ലോർഡ് ഈസ് ഡിസൈഡിങ് അബൌട്ട് ഇറ്റ്. കർത്താവ് അതിനെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ റീബിൽഡിങ് കർത്താവ് ചെയ്യാൻ പോകുന്നത് 8-9-8-9 എന്ന് പറയുന്ന 2 സൈക്കിളുകളിലൂടെ, 2 സീസണുകളിലൂടെ, 2 ഷിഫ്റ്റുകളിലൂടെ കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. ഇറ്റ്സ് എ വേർഡ് ഓഫ് ദ ലോർഡ് ഫോർ യു. ഇത് കർത്താവ് നമ്മൾക്ക് വേണ്ടി തരുന്ന ദൈവികമായിട്ടുള്ള വാക്കാണ്. ഇനി അതിനുശേഷം നമുക്ക് ഒരു അന്ത്യകാല അധികാരപത്രം, അന്ത്യകാല നിയമനങ്ങൾ അനേകം ദൈവമക്കൾക്ക് വേണ്ടി അത് വരുന്നു. ഹല്ലേലൂയ. ഇപ്പം ഈ ഡിവൈൻ മാൻഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ ലൈഫിൽ നിന്നൊന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എന്താണ് ഡിവൈൻ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ? ഡിവൈൻ മാൻഡേറ്റ് എന്ന് വെച്ചാൽ ദൈവികമായ ഒരു അധികാരപത്രം. ഹല്ലേലൂയ. ഒരു പ്രത്യേക ദൗത്യം ചെയ്യുവാൻ വേണ്ടി, ഒരു പ്രത്യേക അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈൻ കമ്മീഷനിങ് വരുന്നു എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ 2018 ഏപ്രിൽ മാസം 27-ാം തീയതി സിംഗപ്പൂരിൽ നടന്ന ഒരു കോൺഫറൻസിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു ഡിവൈൻ മാൻഡേറ്റ് ലഭിച്ചു. അതിനുശേഷമാണ് എൻ്റെ ഈ മിനിസ്ട്രി പോലും തുടക്കം പ്രാപിക്കുകയും അതിനുശേഷമാണ് ഈ മിനിസ്ട്രിയുടെ വ്യത്യസ്ത സ്റ്റേജുകളിലേക്ക് കർത്താവ് എന്നെ കൈപിടിച്ച് നടത്താനൊക്കെ ഇടയായത്. അങ്ങനെ 2018 ഏപ്രിൽ മാസം 27-ൽ ഞാനൊരു ക്രിസ്ത്യൻ കോൺഫറൻസിലായിരുന്ന സമയത്ത് സിംഗപ്പൂരിൽ ഒരു ദർശനം എനിക്കുണ്ടായി. അതിൻ്റെ ആ ദിവസം ഏപ്രിൽ 27 എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അന്ന് ആ ഒരു കോൺഫറൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ ഞാനൊരു കൈ ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് കണ്ടു. ആ കയ്യിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ബൈബിള് ശരിക്കും പകുതിയിൽ തുറന്നിരിക്കുന്ന ഒരു ബൈബിളാണ്. അതിൻ്റെ നടുവിൽ ഒരു കറുത്ത കളറിലുള്ള ഒരു മൈക്രോഫോൺ ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം എന്നിട്ട് ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എന്നോട് പറയുന്നു, ബിഗിൻ യുവർ അസൈൻമെൻറ്റ്, നിൻ്റെ ദൗത്യം ആരംഭിക്കുക, ബിഗിൻ യുവർ വർക്ക്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു കമ്മീഷനിങ്
2018 ഏപ്രിൽ മാസം 27 ഒരു ഡിവൈൻ കമ്മീഷനിങ്, ഹല്ലേലൂയ, ഡിവൈൻ മാൻഡേറ്റ് സ്വർഗത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മിനിസ്ട്രി പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്, ശുശ്രൂഷകൾ പോലും പലതും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവൈൻ മാൻഡേറ്റ്, ഒരു ഡിവൈൻ കമ്മീഷനിങ്, എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ അനേകം പേർക്ക് ഈ റീബിൽഡിങ്ങിന് ശേഷം, ഈ റീ അലൈൻമെൻറ്റിന് ശേഷം സ്വർഗം നൽകാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അഗ്നിയുടെ പ്രസൻസ് ഞാൻ ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഈ വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തെ മനുഷ്യനകത്ത് പരിശുദ്ധാത്മാവ് അത് ഇംപ്രഷൻ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക ദൂതന്മാർ ചില സ്ക്രോളുകളെ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ദൈവിക ദൂതന്മാർ വന്ന് ആ ഡിവൈൻ കമ്മീഷനിങ് ആൻഡ് അപ്പോയിൻമെൻറ്റുകൾ ഡിക്ലെയർ ചെയ്യും. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള ഒരു ദൈവിക നിയമനം, ഒരു ഡിവൈൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ വർഷത്തിലേക്കാണ് ദൈവം നിങ്ങളെ ഈ 2026 നിങ്ങളെ പൊസിഷൻ ചെയ്യാൻ പോകുന്നത്. കാരണം 2027, 28, 29 ഈ 3 വർഷങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വർഷമാണെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോളി സ്പിരിറ്റ് അതിൻ്റെ ഇൻസ്പിരേഷൻ തരുന്നു. 27, 28 ആൻഡ് 29 വെരി ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഹല്ലേലൂയ. അപ്പം ഒരു ഡിവൈൻ കമ്മീഷനിങ് നിങ്ങൾക്ക് വരുന്നു, ഒരു ഡിവൈൻ അപ്പോയിൻമെൻറ്റ്, ഒരു ഡിവൈൻ മാൻഡേറ്റ് വരുന്നു. ഇത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഒരു ദൈവികമായ പദ്ധതിയുടെ രേഖ, ഒരു ഡിവൈൻ ബ്ലൂ പ്രിൻറ്റും കർത്താവ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ പദ്ധതിയുടെ രേഖ എന്ന് പറഞ്ഞാൽ? ചില ദൈവിക പർപ്പസുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, ഹല്ലേലൂയ, യുദ്ധതന്ത്രങ്ങൾ, പദ്ധതികൾ, പ്ലാനുകൾ. അത് നമ്മുടെ ബ്രെയിനാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പദ്ധതിയല്ല, മറിച്ച് എന്താണ്? സ്വർഗത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് പകർന്നുകൊണ്ട് ദൈവം കൃത്യമായിട്ട് ഇതിങ്ങനെ ചെയ്യണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ലഭിക്കുന്ന മാർഗരേഖയാണ് ശരിക്കും ഡിവൈൻ ബ്ലൂ പ്രിൻറ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് നോഹയ്ക്ക് പെട്ടകം പണിയാനൊരു പദ്ധതി രേഖ, ഒരു ബ്ലൂ പ്രിൻറ്റ് സ്വർഗം കൊടുത്തല്ലേ? മോശയ്ക്ക് സമാഗമന കൂടാരം പണിയാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ്, ഒരു പദ്ധതിയുടെ രേഖ സ്വർഗം കൊടുത്തു. ദാവീദിന് ദേവാലയം പണികഴിപ്പിക്കാനുള്ള ഒരു ഡിവൈൻ ബ്ലൂ പ്രിൻ്റ് സ്വർഗം കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ ദൈവികമായ ഒരു പുനർനിർമ്മാണം, ഒരു റീബിൽഡിങ്, ഒരു പുനഃക്രമീകരണം, ഒരു റീ അലൈൻമെൻറ്റ്, അതിനുശേഷം ദൈവിക ദൂതന്മാർ എനിക്കും നിങ്ങൾക്കും ഒരു ഡിവൈൻ കമ്മീഷൻ നൽകും, ഒരു ഡിവൈൻ അപ്പോയിൻമെൻറ്റ് നൽകും, ഒരു ഡിവൈൻ ബ്ലൂ പ്രിൻ്റ് നൽകും. അതെന്താണ്? അന്ത്യനാളിലെ ദൈവപ്രവർത്തികൾ ചെയ്യാനുള്ള ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ. ഹല്ലേലൂയ. ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. അത് നമ്മൾ ആരും ബുദ്ധിപരമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാശയമല്ല, മറിച്ച് എന്താണ്? സ്വർഗം ഇത് ചെയ്യേ, ഇങ്ങനെ ചെയ്യേ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിനെ ഓർത്ത് സന്തോഷമുണ്ട്? എത്ര പേർക്ക് അതിനെ ഓർത്ത് ഒരു ആനന്ദമുണ്ട്? ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു പൊസിഷനിങ് നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബലിലെ എല്ലാ മക്കൾക്കും ഈ 2026 ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. 2026 എന്ന് പറയുന്നത് സാധാരണ ഒരു വർഷമല്ല, ഒരു ഡിവൈൻ റീബിൽഡിങ്ങിൻ്റെ വർഷമാണ്, ഒരു ഡിവൈൻ റീപൊസിഷനിങ്ങിൻ്റെ വർഷമാണ്, ഒരു ഡിവൈൻ മാൻഡേറ്റും ബ്ലൂ പ്രിൻറ്റും നിങ്ങൾക്ക് സ്വർഗം റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇയർ ആണ്. ഇപ്പോൾ തന്നെ നന്ദി പറയാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തകർക്കപ്പെട്ട പോയ എല്ലാം പണിതുയർത്തപ്പെടുന്ന ഒരു വർഷം, നശിച്ചു പോയത് ഞാൻ വിചാരിച്ചതിനെയൊക്കെ കർത്താവ് വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു വർഷം. ഹല്ലേലൂയ. ഇതെല്ലാം പോയി, ഇനി ഒന്നും നടക്കത്തില്ല എന്ന് എൻ്റെ ഹൃദയം എന്നോട് പറയുമ്പോൾ, ഇല്ല, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും എന്ന് പറയുന്ന ഒരു വർഷം 2026 അങ്ങനെ ഒരു വർഷമാക്കി ഹല്ലേലൂയ കർത്താവ് മാറ്റാൻ പോകുന്നു. അതിനാധാരമായിട്ട് ദൈവം നൽകിയത് ആമോസിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അതിൽ എന്താ പറയുന്നത്? ശരിക്കും ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ എഴുന്നേൽപ്പിക്കും, അതിൻ്റെ വിള്ളലുകളെ ഞാൻ അടയ്ക്കും, അതിൻ്റെ അവശിഷ്ടങ്ങളെ ഞാൻ ഉയർത്തും, പഴയ കാലത്തെന്ന പോലെ അതിനെ ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ കർത്താവ് റീബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ശത്രുവിന് വീണ്ടും തകർക്കാൻ പറ്റത്തില്ല, ശത്രുവിന് വീണ്ടും ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ആ റീബിൽഡ് ചെയ്തതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനും കർത്താവ് അതിന് ചുറ്റും തൻ്റെ ആത്മാവിൻ്റെ അഗ്നിയാൽ ഒരു മതിൽ കെട്ടും. ഹല്ലേലൂയ. ദൈവിക ദൂതന്മാർ ഒരു മതിൽ കെട്ടി താൻ റീബിൽഡ് ചെയ്തതിനെയും സംരക്ഷിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് റിസീവ് ചെയ്ത് ആ വേർഡ് ഓഫ് പ്രൊഫസി നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഒന്ന് റിസീവ് ചെയ്ത്. ചിലപ്പോൾ നിങ്ങൾ ഒരു സാമ്പത്തിക മേഖലയ്ക്കകത്തായിരിക്കാം തകർക്കപ്പെട്ട ഒരു വ്യക്തി. ഒന്ന് പറഞ്ഞ്, എൻ്റെ യേശു ഈ വർഷം 2026 എൻ്റെ സാമ്പത്തിക മേഖലകളെ റീബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. എൻ്റെ സാമ്പത്തിക മേഖലകളെ റീപൊസിഷൻ ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. ചിലപ്പോൾ നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ കൃപാവരങ്ങൾ ഒക്കെ ആയിരിക്കാം തകർക്കപ്പെട്ട ഒരവസ്ഥയിൽ കിടക്കുന്നത്. ഒന്ന് പറഞ്ഞ്, എൻ്റെ യേശു കർത്താവ് എൻ്റെ കൃപാവരങ്ങളെ റീബിൽഡ് ചെയ്യാൻ പോകുന്ന വർഷമാണ്. എനിക്ക്
വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനുകൾ നൽകാൻ പോകുന്ന വർഷമാണ് 2026. ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കകത്തായിരിക്കാം തകർച്ചകൾ. എൻ്റെ യേശു എന്നെ ബന്ധത്തിനകത്ത്, എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മേഖലയ്ക്കകത്ത് എന്നെ റീബിൽഡ് ചെയ്യാൻ പോകുന്ന വർഷമാണ്. Oh, hallelujah, 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 hallelujah. Oh, Jesus, we thank you. Hallelujah. ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ I can see that many new things are going to happen for you. Many new things are going to happen. അത് അനേകം പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പുതിയ കാര്യങ്ങൾ ഹല്ലേലൂയ ഈ വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി നമുക്ക് ഈ 4 പ്രവചന സന്ദേശങ്ങൾ നമ്മുടെ നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബൽ കുടുംബത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന 4 പ്രവചന സന്ദേശങ്ങൾ. അതിനകത്തെ ഒന്നാമത്തെ പ്രവചന ദൂതാണ് ശരിക്കും ഡിവൈൻ റീബിൽഡിങ്, ഡിവൈൻ റീ അലൈൻമെൻറ്റ്, റീപൊസിഷനിങ്. ഹല്ലേലൂയ. പിന്നെ എന്താണ് ശരിക്കും ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ്, ദൈവികമായ ഒരു പുനർനിർമ്മാണം, ഒരു പ്രതിഷ്ഠ, അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഡിവൈൻ മാൻഡേറ്റ് ആൻഡ് ബ്ലൂ പ്രിൻറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് ടു അസ്. അതാണ് ശരിക്കും ആദ്യത്തെ ഒരു പ്രവചന ദൂത്. ഇനിയും രണ്ടാമത് കർത്താവ് നൽകിയിരിക്കുന്ന പ്രവചന സന്ദേശം NMG കുടുംബത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് ഇതാണ്. കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, ശരിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ ആർക്കും കെട്ടാനോ ബന്ധിക്കാനോ പുറത്താക്കുവാനോ കഴിയാത്ത വയലൻ്റായിട്ടുള്ള, അക്രമാസക്തരായ, കഠിനരായ അശുദ്ധാത്മാക്കളെ യേശു കർത്താവ് നേരിട്ട് ബന്ധിക്കുകയും നിങ്ങളെ ആ സ്പിരിറ്റുകളിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും വിടുവിക്കുകയും ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആധാരമായിട്ടൊരു ദർശനം കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഈ സിൽവർ കളറിലുള്ള, വെള്ളിയുടെ നിറത്തിലുള്ള ഒരു വലിയ ചങ്ങലയുമായി സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ശരിക്കും ഈ വെള്ളിയുടെ കളറിലോ സിൽവർ കളറിലുള്ള ചെയിന്, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കർത്താവ് സംസാരിച്ചതാണ്, ശരിക്കും എൻ്റെ മക്കളെ പീഡിപ്പിക്കുന്ന കഠിനരായ, ഭയങ്കര സ്റ്റബോണായ, ശക്തന്മാരായ ചില സ്പിരിച്വൽ തലത്തിൽ ഹൈയർ ലെവലിലുള്ള ചില ദുരാത്മാക്കളെ അത് ഈ മനുഷ്യരുടെ തലത്തിൽ ആർക്കും ബന്ധിക്കാൻ സാധിക്കത്തില്ല. അപ്പം അന്ത്യനാളുകളിൽ അങ്ങനെയുള്ള അനേകം സ്പിരിറ്റുകൾ റിലീസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കാരണം അവരുടെയും ജഡ്ജ്മെൻറ്റിൻ്റെ സീസൺ ആവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ സ്പിരിറ്റുകളെയും ദൈവം ജഡ്ജ് ചെയ്യുന്ന ഒരു സീസണിലേക്കാണ് വരുന്നത്. അപ്പോൾ മനുഷ്യരുടെ തലത്തിൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്ക് പോലും ബന്ധിക്കാൻ പറ്റാത്ത, ചങ്ങലക്കിടാൻ പറ്റാത്ത വലിയ ഹൈ റാങ്കിങ് സ്പിരിറ്റുകളുണ്ട്. അങ്ങനെയുള്ള ചില സ്പിരിറ്റുകൾ അനേകം ദൈവമക്കളെ ഈ സമയങ്ങളിലൊക്കെ ടോർമെൻ്റ് ചെയ്യുന്നുണ്ട്. അവരെ യേശു കർത്താവ് നേരിട്ടിറങ്ങി വന്ന് ഹല്ലേലൂയ തൻ്റെ ചങ്ങലയാൽ ബന്ധിച്ച് ഹല്ലേലൂയ നിങ്ങളെ അങ്ങനെയുള്ള സ്പിരിറ്റുകളിൽ നിന്ന് ഡെലിവർ ചെയ്യാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 പദങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡെലിവറൻസ് മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഡെലിവറൻസുകൾ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. 1 അധികാരത്തെ ആശ്രയിച്ചാണ്, 2 ശക്തി, പവർ, 3 എന്താണ് ആത്മീയ പദവി, സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറയുന്ന ഒരു വിഷയമൊക്കെ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പം പിശാചിൻ്റെ രാജ്യത്തിലുള്ള ഡീമൺസ് അവരെന്താണ് ലോവസ്റ്റ് റാങ്കിങ് സ്പിരിറ്റുകളാണ്. അവരെ വീണ്ടും ജനിച്ച ഏത് ക്രിസ്തീയ വിശ്വാസികൾക്ക്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെയുള്ള സ്പിരിറ്റുകളെയൊക്കെ നമുക്ക് കാസ്റ്റ് ഔട്ട് ചെയ്യുവാൻ, ബന്ധിച്ച് ബഹിഷ്കരിക്കുവാൻ നമുക്ക് കർത്താവ് അധികാരവും ശക്തിയും നൽകിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ എന്നിൽ വിശ്വസിക്കുന്നവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഹല്ലേലൂയ. ഇനി മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത്താൻ്റെ രാജ്യത്തിൽ ഈ ദുരാത്മാക്കൾ മാത്രമല്ല, വളരെ ഹൈ റാങ്കിങ് ആയിട്ടുള്ള വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റികളുണ്ട്, വളരെ ഹൈ റാങ്കിങ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഇരുട്ടിൻ്റെ ഹൈ റാങ്കിങ് സ്പിരിറ്റുകളുണ്ട്. ഹല്ലേലൂയ. ആകാശത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മ സേനകളുണ്ട്, അവരുടെ കമാൻഡേഴ്സുണ്ട്, അവരുടെ ചീഫുകളുണ്ട്, അവരുടെ വലിയ വാരിയർ സ്പിരിറ്റുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവരൊക്കെ ഒരു സാധാരണ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകളല്ല. അവരൊരു സാധാരണ രീതിയിലൊന്നും നമുക്ക് അവരെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ചില പ്രിൻസിപ്പാലിറ്റികളോട്, അങ്ങനെയുള്ള ചില അധികാര വാഴ്ചകളോട് നമ്മളിപ്പം ഇങ്ങനെ കുറേ വചനം ഉദ്ധരിച്ചത് കൊണ്ടോ കുറേ വചനങ്ങൾ കൊണ്ട് സംസാരിച്ചത് കൊണ്ടോ ഒന്നും അവരെ അത് ബാധിക്കുകയോ അവരെ സ്പർശിക്കുകയോ ചെയ്യാറില്ല. ഇപ്പോൾ ഡെലിവറൻസ് മിനിസ്ട്രിയിൽ ഞാൻ അത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോവസ്റ്റ് റാങ്കിങ് സ്പിരിറ്റുകളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തമുഖാന്തരം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലൊക്കെ നമുക്ക് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഹയർ പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർഗീയ സേനകളുടെ കമാൻഡേഴ്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇലുമിനാറ്റിയുടെ ഗാർഡിയൻസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്പിരിറ്റുകൾ അവരോട് നമ്മൾ 10-100 വചനമൊന്നും പറഞ്ഞാലൊന്നും അത് അവരെ ഒരിക്കലും ബാധിക്കാറില്ല.
ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള സ്പിരിറ്റുകളെ കാസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്താണ്? അധികാരം, അതോറിറ്റി. രണ്ടെന്താണ്? പവർ, ശക്തി. മൂന്നെന്താണ്? ശരിക്കും എന്താണ്? സ്പിരിച്വൽ റാങ്ക്. ഈ 3 വിഷയങ്ങളൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഹൈ പ്രിൻസിപ്പാലിറ്റികൾ, വാഴ്ചകൾ, അധികാരങ്ങളെയൊക്കെ നമുക്ക് പുറത്താക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ അന്ത്യനാളിൽ എല്ലാ സ്പിരിറ്റുകൾക്കും ഒരു ജഡ്ജ്മെൻറ്റ് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റുകൾക്ക് വേണ്ടി ഈ സ്പിരിറ്റുകൾ 1 by 1 ആയിട്ട് റിലീസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ചില സ്പെഷ്യൽ സ്പിരിറ്റുകളുണ്ട്, ചില സ്പെഷ്യലായിട്ടുള്ള ഹൈ റാങ്കിങ് സ്പിരിറ്റുകളുണ്ട്. അവരെ ഹ്യൂമൻ തലത്തിൽ ഒരു മനുഷ്യൻ ബന്ധിക്കാനോ ബഹിഷ്കരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്പിരിറ്റുകളാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ദൈവമക്കളെ ഫ്രീ ആക്കുവാൻ യേശു കർത്താവ് നേരിട്ട് തൻ്റെ ചങ്ങലയുമായി വന്ന് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിങ്ങളെ കർത്താവ് ഫ്രീ ആക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിനാധാരമായിട്ട് നമുക്കൊരു പാറ്റേൺ വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് ഒരു മാതൃക കാണാൻ സാധിക്കും. അതിനകത്ത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ പ്രകാരം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവനൊരു ഉഗ്ര സർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഇത്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ദൂതൻ എന്ന് പറയുന്നത് മിഖായേൽ ദൂതനല്ല, ഇറ്റ്സ് നോട്ട് മൈക്കൽ. അപ്പോൾ ഇവിടെ ഒരു ദൂതൻ്റെ പേര് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടില്ല. ഒരിക്കലും കർത്താവ് എനിക്ക് ഈ ദൂതൻ്റെ പേര് റിവീൽ ചെയ്യാനിടയായി. അപ്പോൾ അത് എനിക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷനുണ്ട്, അതുകൊണ്ട് അത് പറയാത്തത്. പക്ഷെ അത് ആർക്കേഞ്ചൽ മൈക്കിൾ അല്ല. നമുക്കറിയാം, ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആർമിയുടെ ഹെഡാണ്. പക്ഷെ ലൂസിഫറിനെ ബന്ധിക്കാൻ മൈക്കിളിനെ അല്ല ദൈവം നിയോഗിക്കുന്നത്. ലൂസിഫറിനെ ബന്ധിക്കുവാൻ, ആ പുരാതന സർപ്പത്തെ ബന്ധിക്കുവാൻ ഒരു സ്പെഷ്യൽ ഏഞ്ചൽ. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഏഞ്ചൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ദൂതൻ, അതിനൊരു സ്പെഷ്യൽ ശക്തി കൊടുക്കുകയാണ്, അതിന് സ്പെഷ്യലായിട്ടൊരു അധികാരം കൊടുക്കുകയാണ്, അതിന് സ്പെഷ്യലായിട്ടൊരു താക്കോല് കൊടുക്കുകയാണ്, അതിന് സ്പെഷ്യലായിട്ടൊരു ചങ്ങല കൊടുക്കുകയാണ്, അത് മുദ്രയിടാനുള്ള ചില അധികാരവും ശക്തിയും അതിന് സ്പെഷ്യലായിട്ട് കൊടുക്കുകയാണ്. അപ്പം മൈക്കിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിനെ മുഖാന്തരമല്ല ലൂസിഫറിനെ ബന്ധിക്കുന്നത്, അതിന് ഒരു സ്പെഷ്യൽ ദൂതൻ അല്ലേ. അപ്പോൾ അതുപോലെ ചില ദുരാത്മാക്കളെ ബന്ധിക്കുവാൻ, ചില പ്രിൻസിപ്പാലിറ്റികളെ, വാഴ്ചകളെ ബന്ധിക്കുവാൻ എന്താണ്? പ്രത്യേക അധികാരവും ശക്തിയും റാങ്കും വളരെ അത്യാവശ്യമാണ്. ഇനി മനുഷ്യൻ്റെ തലങ്ങളിൽ ബന്ധിക്കാൻ സാധിക്കാത്ത സ്പിരിറ്റുകളുമുണ്ട്. അങ്ങനെയുള്ള അനേകം സ്പിരിറ്റുകൾ ഈ അന്ത്യനാളുകളിൽ വെളിപ്പെടും. ഭയങ്കര അക്രമാസക്തരായ സ്പിരിറ്റുകളായിരിക്കും. അവരെ ബന്ധിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു കർത്താവ് നേരിട്ട് ഹല്ലേലൂയ നമ്മുടെ ലൈഫുകളിലേക്ക് ഇറങ്ങി വന്ന്, തൻ്റെ ചങ്ങലയുമായി ഇറങ്ങി വന്ന് അങ്ങനെയുള്ള ദുരാത്മാക്കളെ ബന്ധിച്ച് ഹല്ലേലൂയ അവരെ തടവറയിൽ, അവരെ പിറ്റുകളിൽ, അവരെ ഹെല്ലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കർത്താവ് ചെയിൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിൽ ചില വ്യക്തികൾ, അങ്ങനെയുള്ള ചില ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ ശുശ്രൂഷകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ഒരു പ്രോമിസ് 2026 ഹല്ലേലൂയ. ചില ദുരാത്മാക്കൾ നമ്മളെ കളിയാക്കും. ഹല്ലേലൂയ, എന്നെ ആർക്കും പുറത്താക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, നിന്നെ കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന പല ദുരാത്മാക്കളെയും യേശു കർത്താവ് നേരിട്ടിറങ്ങി വന്ന്, കാരണം എല്ലാ അധികാരവും ശക്തിയും യേശുവിൻ്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ ചങ്ങലുമായി ഇറങ്ങി വന്ന് നിങ്ങളെ ഹല്ലേലൂയ ആ സ്പിരിറ്റുകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിങ്ങളെ കർത്താവ് ഫ്രീ ആക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചില വ്യക്തികളോടൊക്കെ ചോദിച്ചു നോക്കണം, അവർ കടന്നു പോകുന്ന പൈശാചിക പീഡയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അളവിലാണ്. ഇങ്ങനെയുള്ള സ്റ്റബോൺ സ്പിരിറ്റുകൾ അവിടെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെ ബന്ധിച്ച് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചങ്ങല കിട്ടിയിരിക്കുന്ന പല അവസ്ഥകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അനേകം പേരെ അങ്ങനെ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ അവർക്കൊക്കെ കർത്താവ് ഒരു വാഗ്ദാനം ഈ ഒരു മിനിസ്ട്രിയിലൂടെ, ഈ ഒരു ശുശ്രൂഷ നൽകുവാണ്. യേശു കർത്താവ് നേരിട്ട് കടന്നു വരും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു സ്പിരിറ്റുമില്ല. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ചങ്ങലയുമായി ഇറങ്ങി വന്ന് ആ സ്റ്റബോൺ സ്പിരിറ്റുകളെ ബന്ധിച്ച് ഹല്ലേലൂയ എന്നേക്കുമായി നിങ്ങളെ വിടുവിക്കുന്ന ഒരു സീസണിലേക്കാണ് 2026 കർത്താവ് നടത്താൻ പോകുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കഴിയുമെങ്കിൽ ശുശ്രൂഷകളൊന്ന് ഷെയർ ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. അനേകം ദൈവമക്കൾക്ക് ഇത് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ പ്രവചന സന്ദേശം എന്താണ്? 4 സന്ദേശങ്ങളിൽ മൂന്നാമത്തെ സന്ദേശം എന്താണ്? മൂന്നാമതായിട്ട് കർത്താവ് പറഞ്ഞത്, ദ ഫയറി ഡവ്, അഗ്നിമയമായ പ്രാവ് നമ്മളോടൊപ്പം സഞ്ചരിക്കുകയും
നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഒരു ഈഗിൾ ആയി വിൽ ബി ഇമ്പാർട്ടഡ് അപ്പോൺ അവർ സ്പിരിറ്റ്. അതായത് കഴുകൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ അതൊരു പ്രവചനപരമായിട്ടുള്ള ഒരു പ്രൊഫറ്റിക് സൈറ്റാണ്, ഒരു പ്രവചനപരമായിട്ടുള്ളൊരു കാഴ്ചയുടെ എബിലിറ്റിയാണ്. അപ്പോൾ അഗ്നിമയമായ പ്രാവും ഹല്ലേലൂയ ഈഗിൾസ് ഐയുടെ ഇമ്പാർട്ടേഷനും, ഒരു കഴുകൻ്റെ കണ്ണുപോലുള്ള ഒരു പ്രവചനപരമായിട്ടുള്ള ഒരു ഇമ്പാർട്ടേഷനും അത് സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ വളരെ ആനന്ദിക്കുന്നു കർത്താവിൻ്റെ ഈ ഒരു പ്രൊഫറ്റിക് വേർഡിൽ. ഞാൻ ലിറ്ററലി എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഒരു ഫയറി ഡൗ കമ്മിങ് ഡൗൺ. ഹല്ലേലൂയ. ഒരു അഗ്നിയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രാവ് ഇറങ്ങി വരുന്നു. സോ ഐ ആസ്ക്ഡ് ദി ലോർഡ് വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അഗ്നിമയമായ പ്രാവ് എൻ്റെ മക്കളുടെ കൂടെ ഈ വർഷം സഞ്ചരിക്കുവാൻ പോവാണ്. അഗ്നിമയമായ പ്രാവ് അവരുടെ കൂടെ ഒരു ഡിവൈൻ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പോവാണ്. ഹല്ലേലൂയ. അഗ്നി നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിറങ്ങുവാൻ പോവുകയാണ്. അഗ്നി നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളെ കവർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിതിനൊരു ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അന്ന് അവരുടെ മേൽ അഗ്നിയാൽ നാവ് പോലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ദ ഫയറി ഡൗ ഈസ് ഗോയിങ് ടു കം. ഹല്ലേലൂയ. അഗ്നിമയമായ ചിറകുകളുള്ള പരിശുദ്ധാത്മാവ് ഈ 2026 നമ്മുടെ മേൽ ഇറങ്ങി വരികയും അവിടുന്ന് നമ്മളെ നയിക്കുകയും അവിടുന്ന് നമ്മളെ തിരുത്തുകയും അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ആത്മീയ ജീവിതത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സീസണിലേക്കാണ് ഈ 2026 നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദ ഫയറി ഡൗ ഈസ് ഗോയിങ് ടു ലീഡ് അസ്. നമ്മളെ നയിക്കാൻ പോകുന്നു. നമ്മുടെ വിവേചന ശക്തിയെ മൂർച്ച കൂട്ടാൻ പോകുന്നു. നമ്മുടെ ആത്മീയ കാഴ്ചകളെ മന്ദിപ്പിച്ചിരിക്കുന്ന പലതിനെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിച്ച് ചാമ്പലാക്കാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്ന ആശയം പിടികിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാനുഷിക ജ്ഞാനം കൊണ്ടല്ല നമ്മൾ ഈ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അന്ധമായിട്ട് ഒരു അന്ധന്മാർ നടക്കുന്നത് പോലെ അല്ല നമ്മൾ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ടല്ല നമ്മൾ നടക്കാൻ പോകുന്നത്. ഒരു ഫ്രഷ് ഫയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, ബിക്കോസ് ദ ഫയറി ഡൗ ഈസ് ഗോയിങ് ടു കം. ഹല്ലേലൂയ. അഗ്നിമയമായ ചിറകുകളുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ഇറങ്ങി വരാൻ പോകുന്നൊരു വർഷമാണ് ശരിക്കും 2026. ഹല്ലേലൂയ. എ ഡിവൈൻ പാർട്ട്ണർഷിപ്പ് ഈസ് ഗോയിങ് ടു കം. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് ഹല്ലേലൂയ അഗ്നിച്ചിറകുകളുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ പോകുന്നു. എന്നെ തിരുത്തുവാൻ പോകുന്നു, എന്നെ നടത്തുവാൻ പോകുന്നു, എന്നെ വഴി നടത്തുവാൻ പോകുന്നു, എന്നെ ശക്തിപ്പെടുത്തുവാൻ പോകുന്നു, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. ജോബിൻ്റെ പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 27, 28, 29 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത്? അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ ഇടത്ത് പാർക്കുന്നു. അവിടെ നിന്ന് അത് ഇരയെ തിരയുന്നു. അതിൻ്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു. ഹല്ലേലൂയ. അപ്പം ഒരു അഗ്നിമയമായ ചിറകുകളുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ഈഗിൾസ് ഐയുടെ ഇമ്പാർട്ടേഷനും, അത് രണ്ടും ദൈവമക്കൾക്ക് വേണ്ടി 2026 കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പല ആശയക്കുഴപ്പങ്ങൾക്കും മുകളിൽ, ഹല്ലേലൂയ, നമ്മുടെ പല ഡിസ്ട്രാക്ഷനുകൾക്കും മുകളിൽ, പല വഞ്ചനപരമായിട്ടുള്ള പ്രവൃത്തികൾക്കും മുകളിൽ ദൈവത്തിൻ്റെ ഒരു ഈഗിൾ ആയി എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, എന്താണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ ദൈവം അച്ചീവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക സീസണിലേക്ക് ഈ 2026 കർത്താവ് നമ്മളെ എടുത്ത് നടത്താൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ഐ എം കണ്ടിന്യൂയിങ് ദിസ് മെസ്സേജ്. നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ ഈ ശുശ്രൂഷകൾ വീണ്ടും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നസ്രത്ത് മിനിസ്ട്രീസ് കുടുംബത്തിനുള്ള 4ാമത്തെ സന്ദേശം എന്താണ്? അപ്പം 4 പ്രവചന ദൂതുകളാണ് ഞാൻ പറഞ്ഞു. നമുക്ക് കർത്താവ് പല കാര്യങ്ങളാണ്, പ്രോമിസുകളാണ് നമുക്ക് നൽകുന്നത്. അതിൻ്റെ 4ാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പൈശാചിക കോട്ടകളെ, സ്ട്രോങ് ഹോൾഡുകളെ നശിപ്പിക്കുന്ന സ്പെഷ്യൽ വെപ്പണുകൾ കർത്താവ് റിലീസ് ചെയ്യാൻ പോകുന്ന വർഷമാണ് 2026. അപ്പം 4 പ്രവചന ദൂതുകൾ നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബൽ ഫാമിലിക്ക് വേണ്ടി ദൈവം നൽകുന്നു. അതിനകത്തെ 4ാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കഠിനമായ സ്ട്രോങ് ഹോൾഡുകൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല സ്ട്രോങ് ഹോൾഡുകൾ, അതിനെ നശിപ്പിക്കുന്ന സ്പെഷ്യൽ വെപ്പണുകൾ, സ്പെഷ്യൽ ആയുധങ്ങൾ ഈ 2026 കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നു. അപ്പോൾ അതിനാധാരമായിട്ട് ഞാനൊരു ദർശനം കാണാനിടയായി. ആ ദർശനത്തിൽ ഞാൻ ഒരു വഴിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പാറ, ഒരു ബിഗ് സ്റ്റോൺ
ഹല്ലേലൂയ. അതെൻ്റെ മുമ്പിൽ ആ റോഡിൽ ഉള്ളത് ഞാൻ കണ്ടു. അപ്പോൾ ആ പാറയെ തകർക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ പാറയെ ബ്രേക്ക് ചെയ്യാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ ദർശനത്തിൽ കടന്നു വരികയും എൻ്റെ കയ്യിലൊരു ചെറിയ ചുറ്റിക, ഒരു ഹാമർ നൽകി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പാറയെ നീ തകർക്കുക എന്ന് ആ ദർശനത്തിൽ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇത്ര ചെറിയ ഒരു ചുറ്റിക കൊണ്ട് ഇത്ര വലിയ ഒരു പാറയെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുന്നത്? ഒരു ചെറിയ ഒരു ഇഷ്ടികയെ പോലും നമുക്ക് ഈ ചെറിയ ഹാമർ കൊണ്ട് തകർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചെറിയൊരു ഹാമർ കൊണ്ട് എങ്ങനെയാണ് ഇത്ര വലിയൊരു പാറയെ തകർക്കാൻ സാധിക്കുന്നത്? അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അനുസരിക്കുക മാത്രം ചെയ്യുക, ജസ്റ്റ് ഒബേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ചെറിയ ചുറ്റിക ഉപയോഗിച്ച് ആ വലിയ പാറയുടെ മേൽ അടിച്ചു. ഉടൻ തന്നെ ആ പാറ രണ്ടായിട്ട് പിളർന്നു. എൻ്റെ മുമ്പിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കാതെ കഠിനമായ പല സ്ട്രോങ് ഹോൾഡുകൾ, കഠിനമായ ചില പൈശാചികമായിട്ടുള്ള ചില ലിമിറ്റേഷനുകൾ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന സ്വർഗീയ ആയുധങ്ങൾ കർത്താവ് ഈ വർഷം നമുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മുടെ ബുദ്ധിപരമായി നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ചെറിയ ഒരു ഹാമർ കൊണ്ട് ഒരു ഇഷ്ടിയെ പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, എന്താണ്? നീ അനുസരിക്കുക മാത്രം ചെയ്യുക, ജസ്റ്റ് ഒബേ. അപ്പം അങ്ങനെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ കഠിനമായ സ്ട്രോങ് ഹോൾഡുകളെ ബ്രേക്ക് ചെയ്യുന്ന ദൈവിക ആയുധങ്ങൾ ഈ 2026 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പം 4 പ്രധാനപ്പെട്ട പ്രവചന സന്ദേശങ്ങളാണ് നസ്രത്ത് മിനിസ്ട്രീസ് ഗ്ലോബലിലെ കുടുംബത്തിന് വേണ്ടി കർത്താവ് നൽകുന്നത്. ഒന്ന്, ദൈവികമായ ഒരു റീബിൽഡിങ്, ഒരു പുനർനിർമ്മാണം, ദൈവികമായ ഒരു പുനഃക്രമീകരണം, ഒരു ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ്. അതാണ് ശരിക്കും ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. അത് 2 സൈക്കിളുകളായി, 89 എന്ന് പറയുന്ന 2 സീസണുകളായി, 2 ഷിഫ്റ്റുകളിലൂടെ, 2 എൻകൗണ്ടറുകളിലൂടെ, 2 ഡിവൈൻ ഡോറിലൂടെ ഈ 2026 കർത്താവ് അത് ചെയ്തെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രവചന സന്ദേശം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത, മനുഷ്യൻ്റെ തലങ്ങളിൽ കെട്ടാൻ കഴിയാത്ത ചില പൈശാചിക ദുരാത്മാക്കൾ, ചില പ്രിൻസിപ്പാലിറ്റികളെ, ചില റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ യേശു കർത്താവ് തന്നെ നേരിട്ട് തൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിങ്ങളെ ഫ്രീഡത്തിലേക്ക് നടത്താൻ പോകുന്നു. ഇനി മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, അഗ്നിമയമായ പ്രാവുകൾ, അഗ്നിമയമായ പ്രാവ്, പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപേണ, അഗ്നിമയമായ പ്രാവിൻ്റെ രൂപേണ നമ്മളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ തിരുത്തുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യാൻ പോകുന്ന ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആൻ ഈഗിൾസ് ഐ ഇംപാർട്ടേഷൻ വിൽ ബി ഗിവൺ ടു അസ്. ഇനി നാലാമത്തെ പ്രവചന സന്ദേശം എന്ന് പറയുന്നത്, ശക്തമായ കോട്ടകളെ ബ്രേക്ക് ചെയ്യുന്ന സവിശേഷമായ പല ആത്മീയ ആയുധങ്ങളും സ്പെഷ്യൽ വെപ്പണുകളും കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഐ ആം സോ ഹാപ്പി ദാറ്റ് ദ ലോർഡ് ഈസ് റിലീസിങ് ഓൾ ദീസ് തിങ്സ് ഫോർ അസ് ടുഡേ. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, 1 മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നുവെങ്കിൽ ഇതെല്ലാം നമ്മൾ പ്രാപിക്കുവാനും ഇതെല്ലാം നമ്മൾ സ്വീകരിക്കുവാനും സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ ഒന്ന് റീബിൽഡ് ചെയ്യണമേ, എന്നെ ഒന്ന് റീപൊസിഷൻ ചെയ്യണമേ, ഒരു ഡിവൈൻ മാൻഡേറ്റ് ആൻഡ് ഡിവൈൻ ബ്ലൂ പ്രിൻ്റ് എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനകൾ മുഖാന്തരമോ എൻ്റെ കഴിവിനാലോ ഹല്ലേലൂയ ബന്ധിക്കാൻ സാധിക്കാതെ എന്നെ ടോർമെൻ്റ് ചെയ്യുന്ന ദുരാത്മാക്കളെ കർത്താവിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബഹിഷ്കരിച്ച് എന്നെ ഫ്രീഡത്തിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അഗ്നിച്ചിറകുള്ള പ്രാവ്, പരിശുദ്ധാത്മാവ് അഗ്നിക്കോട്ട പോലെ എൻ്റെ ചുറ്റും എൻ്റെ മേൽ ഇറങ്ങി വന്ന് എന്നെ തിരുത്തുകയും എന്നെ വഴി നടത്തുകയും എൻ്റെ കൂടെ ഒരു സുഹൃത്തിനെ പോലെ സഞ്ചരിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഒരു ഈഗിൾസ് ഐയുടെ ഇമ്പാർട്ടേഷൻ, ഒരു പ്രവചന കണ്ണ്, അതിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ എൻ്റെ ആത്മീയ കണ്ണുകളിലേക്ക് നൽകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ് ബി താങ്ക് യു, ജീസസ് ബി താങ്ക് യു. ഹല്ലേലൂയ. അതെല്ലാം നിങ്ങളിലേക്ക് ഈ സമയത്ത് റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പൈശാചിക സ്ട്രോങ് ഹോൾഡുകളെ ബ്രേക്ക് ചെയ്യുന്ന സവിശേഷപ്പെട്ട പ്രത്യേക പവറുകളുള്ള ആത്മീയ ആയുധങ്ങൾ കർത്താവ് എനിക്കും നിങ്ങൾക്ക് നൽകാൻ പോകുന്നതിന് നന്ദി പറയാം. ഹല്ലേലൂയ. ലോർഡ്, ഐ thank you for this message. I thank you for this prophetic word, Lord. കർത്താവേ, അങ്ങയുടെ മക്കളിലേക്ക്, അങ്ങയുടെ മക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ പ്രവചന സന്ദേശത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇതിനെ ഞാൻ അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അവരുടെ ലൈഫിൽ ഇന്ന് ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. അതെല്ലാം അവരുടെ ലൈഫിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം തുറന്നു വരട്ടെ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബിൽഡിങ്ങുകൾ സംഭവിക്കട്ടെ. ഏത് മേഖലയിലാണോ നിങ്ങൾ തകർക്കപ്പെട്ടത് അവിടെ ദൈവത്താൽ ഒരു റീബിൽഡിങ് സംഭവിക്കട്ടെ. അവിടെ യേശു ക്രിസ്തുവിനാൽ ഒരു റീബിൽഡിങ് സംഭവിക്കട്ടെ, ഒരു റീപൊസിഷനിങ് സംഭവിക്കട്ടെ. ഓ ലാബാബ ഷക്കാലാബാല ഷീരിയാലാബാല. ഓ കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ എന്നെ വാച്ച് ചെയ്യുന്ന, ഇത് പിന്നീട് വാച്ച് ചെയ്യുന്ന എല്ലാ മക്കൾക്കും അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ ലൈഫിൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. അവരുടെ ലൈഫിൽ ഹല്ലേലൂയ ഈ ന്യൂ ഇയറിൽ തന്നെ അത് തുറന്നു വരട്ടെ. ഓ ദൈവികമായിട്ട് ഇടപെടൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ്, അഗ്നി ചിറകുള്ള പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ അവരെ ടച്ച് ചെയ്യട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്ന ക്യാൻസറുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഏതോ വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ അണുക്കൾ മുഴുവനായിട്ടും ഹല്ലേലൂയ കർത്താവ് റിമൂവ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞു ക്യാൻസറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഈ 2026 കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ക്യാൻസറിൻ്റെ അണുക്കൾ അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ദിവസത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ അവിശ്വസിക്കാൻ പാടില്ല, പ്രത്യാശ നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നു. ക്യാൻസറിൻ്റെ അണുക്കൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിലേക്ക് കർത്താവ് നിങ്ങൾ നടത്താൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 4 പ്രവചന സന്ദേശങ്ങളും NMG ഗ്ലോബൽ ഫാമിലിക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നു. ഇനി ഞാൻ ഈ മെസ്സേജിൻ്റെ 2ാമത്തെ പാർട്ടിലേക്ക് വേഗം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ജനറലായിട്ടുള്ള കുറേ പ്രവചന സന്ദേശങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചില മെസ്സേജുകൾ വരുന്ന ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ജനറലായിട്ടുള്ള ഒരു 4 മെസ്സേജുകളൂടെ സംസാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഈ മെസ്സേജിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജനറൽ ചർച്ചിന് വേണ്ടി കർത്താവ് നൽകിയ 4 അതിപ്രധാന സന്ദേശങ്ങൾ. അതിനകത്തെ ആദ്യത്തെ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ 2025 സെപ്റ്റംബർ 23, 24 തീയതികളിൽ പ്രത്യേകമായിട്ട് ഈ റാപ്ചർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവ് നടക്കുമെന്ന വ്യാജ പ്രവചനങ്ങളിൽ വിശ്വസിച്ച അനേകം പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ വ്യക്തികൾ അങ്ങനെയുള്ളൊരു വഞ്ചന അവരുടെ ലൈഫിൽ പ്രവേശിക്കുവാൻ, വഞ്ചിക്കുന്ന സർപ്പത്തിന് അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നതിനാൽ വരുന്ന ദിവസങ്ങളിലും ആ വഞ്ചനയുടെ സർപ്പം അവരെ വീണ്ടും വീണ്ടും സ്വാധീനം ചെലുത്തി അവരെ വഞ്ചിക്കും എന്ന ഒരു കാര്യം കർത്താവ് പറയാനിടയായി. ഇപ്പം നമുക്കറിയാം 2025 സെപ്റ്റംബർ 23, 24 തീയതികളിൽ റാപ്ചർ നടക്കും എന്ന് പറഞ്ഞ അനേകം വീഡിയോകൾ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പ്രചരിക്കുകയും അനേകം പാസ്റ്റേഴ്സ്, പ്രൊഫറ്റ്സ്, വിശ്വാസികളായിട്ടുള്ളവർ ഞങ്ങൾ ഇത് കണ്ടു, ഞങ്ങൾക്ക് ഈ സ്വപ്നം ഉണ്ടായി, ഞങ്ങൾക്ക് ഈ ദർശനം ഉണ്ടായി, കർത്താവ് സെപ്റ്റംബർ 23, 24, 2025 വരും എന്നൊക്കെ പറഞ്ഞ് അനേകം വീഡിയോകൾ ഒന്നിനുമേൽ ഒന്നായി ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് വീഡിയോകൾ ആ സമയങ്ങളിൽ യൂട്യൂബിലൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പം അങ്ങനെ അനേകം ലക്ഷക്കണക്കിന് ക്രിസ്തീയ വിശ്വാസികൾ ആ വീഡിയോകൾ മുഖാന്തരമൊക്കെ വഞ്ചനയിലും നുണയിലും അകപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ആ നുണകൾ വിശ്വസിച്ച എല്ലാ വ്യക്തികളും അവരുടെ ആത്മീയ തലങ്ങളിൽ ഈ വഞ്ചിക്കുന്ന സർപ്പത്തിന് പ്രവർത്തിക്കുവാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് സെപ്റ്റംബർ 23, 24 പ്രവചനം നടന്നില്ല എന്ന് നമുക്കറിയാം. പിന്നീട് അവർ ഈ ഒക്ടോബർ 5, 6 തീയതികളിൽ റാപ്ചർ നടക്കുമെന്ന് വീണ്ടും പറഞ്ഞു. കാരണം സെപ്റ്റംബർ 23, 24 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം എന്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഒക്ടോബർ 5, 6 റാപ്ചർ നടക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകാനിടയായി. അപ്പോൾ ഒക്ടോബർ 5, 6, 2025 അത് നടന്നില്ല. പിന്നീട് അവർ പറഞ്ഞു ഒക്ടോബർ 17, 18 അത് നടക്കുമെന്നൊക്കെ പറഞ്ഞ് അനേകം പേരെ വഞ്ചിച്ചു. അപ്പം ഒക്ടോബർ 17, 18 അത് നടന്നില്ല. എനിക്കറിയാം ഇനി അവർ 2026 സംഭവിക്കും എന്ന് പറയും. 2026 ഒരു ഡേറ്റിലും അത് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പറയും 2027 സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ തുടർച്ചയായി വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് കർത്താവിനോട് പറഞ്ഞത് അന്ന് ഈ സെപ്റ്റംബർ 23, 24 ആ ദിവസങ്ങളിൽ ഇത് നടക്കും എന്ന് പറഞ്ഞ് അവർ അതിനോട് എഗ്രി ചെയ്ത സമയത്ത് ആത്മീയ തലങ്ങളിൽ ഒരു സ്പിരിച്വൽ ഗേറ്റ് അവർ ഓപ്പൺ ചെയ്തു. അവരെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ആ സർപ്പൻറ്റൈൻ ഡിസെപ്റ്റീവ് സ്പിരിറ്റുകൾക്ക് വീണ്ടും വീണ്ടും അവരെ വഞ്ചിക്കുവാൻ, അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും പിന്നെയും ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ചില വാതിലുകൾ അങ്ങനെ ആരെങ്കിലും ഈ
മിനിസ്ട്രി ഫോളോ ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ വഞ്ചിക്കുവാൻ, നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെടുവാൻ ആ സർപ്പൻറ്റിന് തുറന്നു കൊടുത്ത വാതിലുകൾ നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അടയ്ക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പറയും ഇനി 2026 ഇന്ന ദിവസം സംഭവിക്കും. അവിടെയും അത് സംഭവിക്കത്തില്ല. പിന്നെ നിങ്ങൾ പറയും 2027 സംഭവിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ പർപ്പസുകളിൽ നിന്ന്, നിങ്ങളുടെ അസൈൻമെൻറ്റുകളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിച്ചുകൊണ്ട് പോകുവാനാണ് ഈ സർപ്പത്തിൻ്റെ വഞ്ചനയുടെ സർപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനിയും ഈ സഭയുടെ യേശു കർത്താവിൻ്റെ രഹസ്യവരവ് അല്ലെങ്കിൽ റാപ്ചറിനെ സംബന്ധിച്ച് ഈ നസ്രത്ത് മിനിസ്ട്രീസിന് ലഭിച്ച ഒരു ദൂത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രവചനപരമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ യേശു കർത്താവ് 2 ചോദ്യങ്ങളാണ് ഈ റാപ്ചറുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. കാരണം ഈ സമയങ്ങളിൽ അനേകം ഗ്ലോബലി, ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അനേകം ഗ്ലോബലി പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് അനേകം വ്യക്തികൾ ഈ സെപ്റ്റംബർ 23-24 റാപ്ചർ സംഭവിക്കുമെന്ന് പറഞ്ഞ വീട് വിറ്റവരുണ്ട്, കാറുകൾ വിറ്റവരുണ്ട്, ബിസിനസ് സ്റ്റോപ്പ് ചെയ്തവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അനേകം വ്യക്തികൾ ലോകമാകമാനം അങ്ങനെയുള്ള പ്രവർത്തികൾക്കകത്ത് വഞ്ചിക്കപ്പെട്ടു. അപ്പം ആ ഒരു സീസണിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഈ റാപ്ചറിനെ സംബന്ധിച്ച് യേശു കർത്താവ് നമ്മുടെ മിനിസ്ട്രിയോട് സംസാരിച്ച ചില കാര്യങ്ങളോട് ചേർത്ത് വെച്ച് ഞാനങ്ങ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു ആത്മീയ എൻകൗണ്ടറിൽ കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. കർത്താവ് ചോദിച്ചത്, ഞാൻ ഇന്നാണ് വരുന്നതെങ്കിൽ ഹല്ലേലൂയ റാപ്ചറിൽ എടുക്കപ്പെടുവാൻ അതിന് തക്ക ഒരു ആത്മീയ അവസ്ഥയിലാണോ നീ ഉള്ളത്? ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം കർത്താവ് ചോദിക്കുമ്പോൾ അനേകം ക്രിസ്തീയ വിശ്വാസികൾ അതെ ഞാൻ റെഡിയാണ് എന്ന് ഈസിയായിട്ട് മറുപടി പറയും. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മറുപടി പറയാൻ സാധിക്കുന്നത് മണവാളനായ യേശു ക്രിസ്തു തൻ്റെ മണവാട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അജ്ഞരാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ഓക്കെ യെസ് ലോർഡ് ഐ എം റെഡി എന്ന് പറയുമ്പോൾ, ഇനിയും നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ കർത്താവ് ചോദിച്ച 2ാമത്തെ ചോദ്യം ഇതാണ് ശരിക്കും. നിൻ്റെ ചുറ്റുമുള്ള നിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഞാൻ ഇന്ന് വന്നാൽ റാപ്ചറിൽ എടുക്കപ്പെടുവാൻ മാത്രം അവർ പ്രിപ്പയർഡാണോ? അവർ ഒരുക്കപ്പെട്ട അവസ്ഥയിലാണോ? ഹല്ലേലൂയ. പിന്നെ തുടർന്ന് കർത്താവ് പറഞ്ഞതാണ് ശരിക്കും, ഞാൻ ഇന്ന് വരികയാണെങ്കിൽ കുറച്ചു പേർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ, ബാക്കിയുള്ളവരെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. എന്നിട്ട് കർത്താവ് ഇന്നത്തെ മണവാട്ടി സഭയുടെ അവസ്ഥ എന്താണ് എന്ന് കർത്താവ് വിശദീകരിക്കാനിടയായി. കർത്താവ് പറഞ്ഞു, ഒരു പകുതി വെന്ത കടലയുടെ ചിക്ക് പീസ്, അതിൻ്റെ സ്റ്റേറ്റാണ് ഇന്നത്തെ മണവാട്ടിയുടെ ബ്രൈഡിൻ്റെ അവസ്ഥ. അപ്പം നമുക്കറിയാം കടല അല്ലെങ്കിൽ ചിക്ക് പീസ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും വെന്താൽ മാത്രമേ അതിനൊരു രുചി ഉണ്ടാവത്തുള്ളൂ അല്ലേ? അപ്പം പകുതി വെന്ത കടല കഴിക്കാനൊരു സുഖമില്ല. എന്നാൽ അത് വേവിക്കാൻ നമ്മൾ വീണ്ടും പ്രഷർ കുക്കറിലിട്ട് അതിനെ നന്നായിട്ട് വേവിച്ചെടുത്താൽ ആ കടല രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായി മാറും. അപ്പോൾ അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ മണവാട്ടിയെ ഞാൻ ശുദ്ധീകരണത്തിൻ്റെ ചൂളയിലേക്ക്, ഫർണസ് ഓഫ് പ്യൂരിഫിക്കേഷനിലേക്ക് ഞാൻ ഇടാൻ പോകുന്നു. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അല്പം കൂടെ സമയമുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി സമയമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവം അന്ത്യനാളിൽ വെച്ചിരിക്കുന്ന ഒരു റിവൈവലിൻ്റെ പാർട്ടാക്കുവാൻ, അല്ലെങ്കിൽ ഓരോ പട്ടണങ്ങളെയും ദേശങ്ങളിലും അനേകരെ രക്ഷിക്കുവാൻ യേശു കർത്താവ് എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പർപ്പസിൽ നിന്ന് എന്നെയും നിങ്ങളെ ഡീവിയേറ്റ് ചെയ്ത് ഹല്ലേലൂയ നമ്മളെ വഴിതെറ്റിക്കുന്ന വ്യാജമായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളോട് നിങ്ങൾ ചേരരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ കൂടുള്ള അനേകം റോങ് ഫ്രണ്ട്ഷിപ്പ് മുഖാന്തരം അനേകം കൂടെയുള്ളവരാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് വഴിതെറ്റിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ഈ അന്ത്യകാലത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അന്ത്യകാല ഇവൻറ്റുകളുണ്ട്, 2 അന്ത്യകാല ടൈം ലൈനുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 2 പേരും ഉണ്ട്, 2 കാര്യങ്ങളുണ്ട്. എൻഡ് ടൈം ഇവൻറ്റുകളുണ്ട്, എൻഡ് ടൈം ടൈം ലൈനുകളുണ്ട്. അപ്പോൾ എൻഡ് ടൈം ഇവൻറ്റുകൾ വിശുദ്ധ ബൈബിളിൽ നിന്നൊക്കെ ആർക്ക് വേണമെങ്കിലും ആ എൻഡ് ടൈം ഇവൻറ്റുകൾ കാണിച്ചു തരാൻ സാധിക്കും. ഹല്ലേലൂയ. വചനഭാഗങ്ങളെടുത്ത് 100 കൂട്ടം വചനങ്ങളെടുത്ത് പലതും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. പക്ഷേ എൻ്റെ ആത്മീയ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയുവാണ്, ശരിക്കും എൻഡ് ടൈം ഇവൻറ്റുകൾ എല്ലാവർക്കും കർത്താവ് നൽകും. പക്ഷേ എൻഡ് ടൈം ടൈം ലൈനുകൾ വളരെ റെയർ വ്യക്തികൾക്ക് മാത്രമേ കർത്താവ് നൽകാറുള്ളൂ. ഹല്ലേലൂയ. കാരണം അതിൻ്റെ സമയക്രമങ്ങളെക്കുറിച്ച് ദൈവം അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തികൾക്കാണ് കർത്താവ് അത് റിലീസ് ചെയ്യുന്നത്. അവരിലൂടെ ആയിരിക്കും അത് റിലീസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ അന്ത്യനാളുകളിൽ ഏതെങ്കിലും അന്ത്യകാലവുമായി ബന്ധപ്പെട്ട ഇവൻറ്റുകളുടെ കൂടെ ഒരു സമയവും കൂടെ ചേർത്ത് ഏതെങ്കിലും പ്രവചനങ്ങൾ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് വിശ്വസിക്കുന്നതിന് മുമ്പ് ആ പ്രവചനം പറയുന്ന ദൈവദാസൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ആധികാരികത നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ നാളുകളിൽ വരേണ്ടത് ഡിസ്ട്രാക്ഷൻ മുഖാന്തരം, ഡീവിയേഷൻ മുഖാന്തരം നമ്മൾ വേർതിരിഞ്ഞു പോകാതെ ഈ അന്ത്യനാളിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കാൻ പോകുന്നു. അതിൽ ഈ ഡിസ്പെൻസേഷനിൽ എന്നെയും ഉപയോഗിക്കുവാൻ സ്വർഗം കണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ദൈവം എന്നെ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സീസണിന് വേണ്ടി, സമയത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഡീവിയേഷൻ, ഡിസ്ട്രാക്ഷൻ ഇതെല്ലാം പൈശാചിക പ്രവൃത്തിയാണ്. അങ്ങനെ വഞ്ചിക്കുന്ന അനേകം സന്ദേശങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇങ്ങനൊരു വാതിൽ, ഹല്ലേലൂയ, വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടുവാനുള്ളൊരു വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. അങ്ങനെയുള്ള വാതിലുകൾ ഒന്ന് റിപ്പൻറ്റൻസിലൂടെ ക്ലോസ് ചെയ്താട്ടെ. ദൈവിക പർപ്പസുകൾക്ക് വേണ്ടി വീണ്ടും സമർപ്പിച്ചാട്ടെ. യേശു കർത്താവ് നമ്മളെല്ലാം ഉപയോഗിക്കുവാൻ ഇടയാകും. ഇനിയും ഗ്ലോബൽ ചർച്ചിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത് 2025 ഡിസംബർ 12 തിരുവനന്തപുരത്ത് നടന്ന നസ്രത്ത് മിനിസ്ട്രീസ് കോൺഫറൻസിൽ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുകയും ഞാനൊരു ദർശനം കാണുകയും ചെയ്യാനിടയായി. അന്ന് ആ കോൺഫറൻസിലും ഞാൻ ആ ദർശനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ദർശനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആത്മീയ തലങ്ങളിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ആ ഒരു ദേശത്തേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കർത്താവിനോടൊപ്പം 12 അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി കർത്താവിൻ്റെ കയ്യിൽ, ഞാൻ ആ ദർശനത്തിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ കയ്യിലൊരു 1-2 അടി നീളമുള്ള ഒരു വുഡൻ സ്റ്റേക്ക്, നമുക്കറിയാം ഈ കുറ്റി എന്നൊക്കെ നമ്മൾ പറയും, ഒരു മരത്തിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് കർത്താവ് ഈ മുട്ടുകുത്തി ആ കുറ്റി ഉപയോഗിച്ച് ആ ലാൻഡിൻ്റെ മേൽ, ആ ഒരു മണ്ണിൻ്റെ മേൽ ഒരു എക്സ് മാർക്ക് ഇടുന്ന കണ്ടു. നമുക്കറിയാം ഒരു മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പോലെ ഒരു വര കർത്താവ് ഇങ്ങനെ ആ ലാൻഡിൽ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം കർത്താവ് ഒരു ചുറ്റിക എടുത്തിട്ട് ഈ കുറ്റി ആ ഒരു മണലിൻ്റെ മേൽ അടിച്ചിറക്കുന്നത് കണ്ടു. എന്നിട്ട് കർത്താവും അപ്പസ്തോലന്മാരും മറ്റ് സ്ഥലങ്ങൾ അതുപോലെ മാർക്ക് ചെയ്യുവാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്ന ഒരു ദർശനം അന്ന് ഡിസംബർ 12 ട്രിവാൻഡ്രം മീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം വർഷിപ്പ് നടന്ന സമയത്ത് ഞാൻ കണ്ടു. സോ ഐ ആസ്ക്ഡ് ദ ഹോളി സ്പിരിറ്റ് വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞത് ശരിക്കും അന്ത്യകാല ഉണർവിൻ്റെ കവാടങ്ങൾ, പോർട്ടലുകൾ മാർക്ക് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് നീ കണ്ടത്. യേശു കർത്താവ് തിരുവനന്തപുരം എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് കേരളത്തിൽ അന്ത്യകാല ഉണർവിൻ്റെ ഒരു പോർട്ടലായി മാർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റനേക സ്ഥലങ്ങളും ഇതുപോലെ മാർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് കാശ്മീരിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം ഭാരതത്തിൽ വലിയൊരു പ്രതിസന്ധി വരാനിരിക്കുന്നു എന്ന് പറയുന്നൊരു മെസ്സേജ് കർത്താവ് എനിക്ക് നൽകാനിടയായി. അത് ഈ രാജ്യത്തിൻ്റെ അടിത്തറയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായിരിക്കും എന്ന് കർത്താവ് സൂചിപ്പിക്കാനിടയായി. അപ്പോൾ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ദയവായിട്ട് പ്രാർത്ഥിക്കണം എന്ന ഒരു വാർണിംഗ് മെസ്സേജ് കർത്താവ് നൽകാനിടയായി. ഇത് 2026 സംഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അത്തരമൊരു സംഭവം ഭാരതത്തിന് മുൻപിലുണ്ട് എന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യത്തിലെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ കാശ്മീരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു തർക്ക വിഷയം ഉണ്ടാവുകയും അത് ഭാരതത്തിൻ്റെ മുമ്പിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയി വരികയും ചെയ്യുമെന്ന് കർത്താവ് പല ആവർത്തി പറഞ്ഞു. അപ്പോൾ ആ ഒരു മെസ്സേജ് ഒരു 3-4 പ്രാവശ്യം കർത്താവിനോട് ആവർത്തിച്ച് ആ വിഷയം സംസാരിക്കാനിടയായി. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫറ്റിക് മെസ്സേജ് ഒന്നിലധികം പ്രാവശ്യം നമ്മളോട് കർത്താവ് സംസാരിക്കുമ്പോൾ അത് വളരെ സീരിയസ് വിഷയമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 4ാമത്തെ ഒരു വിഷയം കോവിഡുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് സംസാരിച്ചത്. കോവിഡ് വൈറസിൻ്റെ തീവ്രത കൂടിയ രൂപത്തിലുള്ള ഹയർ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു വേർഷൻ അത് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരാൻ റിലീസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഞാൻ ദർശനത്തിൽ കാണാനിടയായി. 2024 ഒക്ടോബറിലാണ് ആദ്യം കർത്താവ് വീണ്ടും ഒരു പാൻഡമിക്, കോവിഡിനേക്കാൾ ശക്തിയേറിയ ഒരു മഹാമാരി വീണ്ടും വരും എന്നൊരു മെസ്സേജ് 2024 ഒക്ടോബർ മാസത്തിലാണ് കർത്താവ് ആദ്യം സംസാരിച്ചത്. അപ്പോൾ ഇതും കോവിഡിൻ്റെ വിഷയവും ഒരു 2-3 പ്രാവശ്യം ഞാൻ ദർശനത്തിൽ കണ്ടു. കോവിഡിൻ്റെ വൈറസിനേക്കാൾ അല്പം കൂടെ ഇൻറ്റൻസിറ്റിയുള്ള, അല്പം കൂടെ ശക്തിയുള്ള ചില ഒരു വേർഷൻ ഓഫ് കോവിഡ് അത് റിലീസ് ചെയ്യപ്പെടുന്ന പോലുള്ളൊരവസ്ഥ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2026 അത് സംഭവിക്കും എന്നല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ ഒരു വേർഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2020 പലപ്പോഴും അങ്ങനെ ഒരു പാൻഡമിക്കിലൂടെ നമ്മൾ വന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. പലപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു.
ഹല്ലേലൂയ. എന്നാൽ ഈ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അങ്ങനെ ഒരു വൈറസിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ട പ്രിപ്പറേഷനുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചേർത്താണ് കർത്താവ് പറഞ്ഞത്. ഇന്നലെ ഈ 31 ഡിസംബറിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ഫ്ലഡിൻ്റെ ഒരു ഹയർ ലെവൽ ഈ ഭൂമി മുഴുവൻ വ്യാപരിക്കുന്ന രീതിയിലുള്ള പല സിറ്റികളിലും, പല പട്ടണങ്ങളിലും, പല വില്ലേജുകളിലും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഹയർ ലെവൽ. അപ്പം ആ ദർശനത്തിൽ ഇന്നലെ കർത്താവിനെ കാണിച്ച ദർശനത്തിൽ ഞാൻ പല വില്ലേജുകൾ, പല പട്ടണങ്ങൾ മുഴുവനായിട്ടും വെള്ളപ്പൊക്കത്തിൽ ശരിക്കും അഫക്റ്റഡ് ആവുന്ന, എന്ന് വെച്ചാൽ വീടിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്ന അതുപോലുള്ള ഒരു ഇൻറ്റൻസിറ്റിയുള്ള പല ഫ്ലഡുകൾ സംഭവിക്കുന്നത് പോലെ കർത്താവ് ഇന്നലെ ഒരു ദർശനത്തിൽ കാണാനിടയായി. പ്രത്യേകിച്ച് കേരളത്തിലും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ട്. അപ്പം നമ്മൾ അതിനെയൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പല ഡിസ്റ്റർബൻസുകൾ ഉണ്ടെങ്കിലും പല ഡിസ്റ്റർബൻസുകൾ സംഭവിച്ചെങ്കിലും അതെനിക്ക് തോന്നുന്നത് യൂട്യൂബുമായി ബന്ധപ്പെടുന്ന ഒരു ഇഷ്യൂ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നു. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. എന്നാലും ഈ സമയത്ത് ശുശ്രൂഷകൾക്ക് വേണ്ടി ജോയിൻ ചെയ്തതിനായിട്ട് ഒത്തിരി നന്ദി പറയുന്നു. ഇന്നലെ നമുക്ക് ഇംഗ്ലീഷിലും ശുശ്രൂഷകളുണ്ടായിരുന്നു. 4 വീഡിയോകളായിട്ടാണ് കിടക്കുന്നത്. ഇത് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ 4 മെർജ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2026 ജനുവരി 1-ാം തീയതി ഹല്ലേലൂയ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഈ വർഷത്തിൽ അങ്ങയുടെ പ്രിയ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു റീബിൽഡിങ് കർത്താവയുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്നതിനായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വീണുപോയ പലതിനെയും, ഉടഞ്ഞുപോയ പലതിനെയും, തകർക്കപ്പെട്ട പലതിനെയും കർത്താവ് പണിതുയർത്തട്ടെ, റീബിൽഡ് ചെയ്യട്ടെ. ആമോസിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ പലതിനെയും കർത്താവ് റീബിൽഡ് ചെയ്ത്, റീ അലൈൻമെൻറ്റ് ചെയ്ത്, പുനഃക്രമീകരിച്ച് കൈകളെ ശക്തിപ്പെടുത്തുകയും ഇവരുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വർഷമായിട്ട് 2026 മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും തടയാൻ കഴിയാത്ത, ഹല്ലേലൂയ, ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത, ഹല്ലേലൂയ, ചിലതൊക്കെ ഇവരുടെ ലൈഫിൽ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ആരംഭിച്ച നല്ല പ്രവർത്തികൾ, ഹല്ലേലൂയ, കർത്താവ് തന്നെ പൂർത്തിയാക്കി ഈ മക്കളെ അവരുടെ വിളിയിലേക്കും പർപ്പസിലേക്കും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഗ്നിമയമായ പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ സഞ്ചരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന കണ്ണുകൾ ഇവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ള കരം നീണ്ടുവന്ന് ഓരോ മക്കളെയും ബ്ലെസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഈ 2026 ഓരോ മാസങ്ങളും, ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും അഗ്നിമയമായ ചിറകുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിയുകയും നിങ്ങളെ വഴി നടത്തുകയും നിങ്ങളെ തിരുത്തുകയും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈഗിൾസ് ഐയുടെ ഇമ്പാർട്ടേഷൻ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവികമായ പരിപാലനകൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവികമായ ഡയറക്ഷനുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. വഴികൾ കർത്താവ് നിങ്ങൾക്ക് മുന്നമേ കാണിച്ചു തരട്ടെ. വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. എല്ലാത്തിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ ഈ വീഡിയോകൾ 4 ഒരുമിച്ച് ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യാം. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നല്ല എല്ലാ ബ്ലെസ്സിങ്ങുകളും കർത്താവ് നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ഡിവൈൻ റീബിൽഡിങ് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ ബ്ലസ് യു. ഇൻ ജീസസ് നെയിം ഐ ബ്ലസ് യു. ഇൻ ജീസസ് നെയിം ഐ ബ്ലസ് യു. ഹല്ലേലൂയ. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വരുന്ന ആഴ്ചകളിൽ. നിങ്ങളെല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. വീണ്ടും ജോയിൻ ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. ഇതിൻ്റെ പാർട്ടുകൾ ഞാൻ മെർജ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യാം. ഗോഡ് ബ്ലസ് യു ഓൾ മൈറ്റ്ലി. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇൻ ജീസസ് നെയിം ഹാപ്പി ന്യൂ ഇയർ, എ ബ്ലെസ്ഡ് ന്യൂ ഇയർ 2026 to you and your family. In Jesus' name I pray. Amen.